17ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ, മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഇന്നലെ പുറത്തു വന്ന എക്സിറ്റ് പോൾ സർവേകൾ ചിലർക്ക് പ്രതീക്ഷകളും ആത്മവിശ്വാസവും ഉയർത്തുന്നു, മറ്റു ചിലർക്ക് അവരുടെ പ്രതീക്ഷയും ആത്മവിശ്വാസവും തകർക്കുകയും ചെയ്യുന്നു. എന്താണ് ഈ എക്സിറ്റ് പോൾ നമ്മളോട് രാഷ്ട്രീയമായി പറയുന്നത്? ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ് എക്സിറ്റ് പോളുകളുടെ കണ്ണുകളിലൂടെ നമ്മൾ വിലയിരുത്താൻ പോകുന്നത് എന്ന് നോക്കാം. വരുന്ന ഈ മണിക്കൂറിൽ എനിക്കൊപ്പം നമ്മളുടെ ന്യൂസ് എഡിറ്റർ വിജയകുമാർ കൂടി ചേരുന്നുണ്ട്. വെൽക്കം വിജയകുമാർ ടു ദ ഷോ. ഇലക്ഷൻ എക്സ്പേർട്ടിൽ നമ്മൾ അന്വേഷിക്കുന്നത് പ്രധാനമായും 3 കാര്യങ്ങളാണ്. എങ്ങനെ നമുക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോളുകളെ നമുക്ക് വിശ്വസിക്കാം? നമ്പർ 2, ഏതൊക്കെ മേഖലകളിലാണ് NDA ആധിപത്യം നേടിയിരിക്കുന്നത് എക്സിറ്റ് പോൾ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ? നമ്പർ 3, ഇത്തവണത്തെ പോൾ അജണ്ട എന്തായിരിക്കും എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായും നമ്മൾ വരുന്ന ഒരു മണിക്കൂറിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം, ഈ എക്സിറ്റ് പോളിൽ വിജയകുമാർ എത്രമാത്രം ട്രസ്റ്റ് ഉണ്ട്? വിജയകുമാർ, അതിൽ അരുൺ, നമ്മൾ എക്സിറ്റ് പോളിൻ്റെ ഫലപ്രാപ്തിയെ പറ്റിയൊക്കെ സംസാരിക്കും. അത് എങ്ങനെയായിരിക്കും അന്തിമ ഫലത്തെ സ്വാധീനിക്കുക, അല്ലെ അന്തിമ ഫലത്തിൽ എത്ര സൂചനകൾ ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോഴും ഇന്നലെ നമ്മൾ അല്ലെങ്കിൽ എല്ലാവരും പുറത്തുവിട്ട എക്സിറ്റ് പോൾ, നമ്മൾ പോൾ ഓഫ് പോൾസ് പറഞ്ഞു, അതൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഒരു സൂചനകൾ, എന്തൊക്കെയോ ചില സൂചനകളുണ്ട്. പക്ഷേ അത് നമ്മൾ ഡൽഹിയിലെ ക്യാമ്പുകളിൽ അന്വേഷിക്കുമ്പോഴാണ് അത് കുറെ കൂടി കൃത്യത വരുന്നത്. കോൺഗ്രസ് ക്യാമ്പിൽ വലിയ അമ്പരപ്പുണ്ട്, പ്രതിപക്ഷ ക്യാമ്പിൽ ആകെപ്പാടെ ഒരു അങ്കലാപ്പുണ്ട്. നേരെ മറിച്ച് BJP ഒരു സത്യപ്രതിജ്ഞയ്ക്ക് ഒരുങ്ങുന്നു എന്ന മട്ടിലേക്ക് പന്തല് കെട്ടി തുടങ്ങി. ഇതൊരു സൂചനയാണ്. തന്നെയുമല്ല, അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോയി. മധ്യപ്രദേശിൽ സർക്കാർ വീണേക്കാമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. BJPയുടെ പ്രതിപക്ഷ നേതാവ് ഗവർണറെ കാണാൻ ഒരുങ്ങുന്നു. കർണാടകയിൽ സർക്കാർ വീഴുമെന്ന് കോൺഗ്രസിന് ആശങ്കയുണ്ട്. രാഹുൽ ഗാന്ധി അവിടുത്തെ നേതാക്കളെ വിളിച്ചു പറയുന്നു. പഞ്ചാബിൽ അമരീന്ദർ ക്യാപ്റ്റനും സിദ്ധുവും തമ്മിലുള്ള പോര് പരസ്യമായി. അതാണ് ഇതൊക്കെ എക്സിറ്റ് പോളിന്റെ ഒരു പാർശ്വഫലങ്ങളാണ്. അത് എങ്ങനെയാണ് പ്രതിപക്ഷ ക്യാമ്പിനെ ഇത് ബാധിച്ചിരിക്കുന്നത് സൈഡ് എഫക്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെയാണ് ഇതിന്റെ ജയപരാജയങ്ങളുടെ സൂചനകൾ അവിടെ നമുക്ക് വായിച്ചെടുക്കാം. നമ്മൾ ആദ്യം ഇത്തവണത്തെ പോൾ അജണ്ട എന്തായിരുന്നു എന്ന് നോക്കാം. ഇത് എക്സിറ്റ് പോളുമായി ബന്ധപ്പെടുത്തിയല്ല, CSDSന്റെ ലോക് നീതി നെറ്റ്വർക്ക് നടത്തിയ വിപുലമായ സർവേ. ആ സർവേയുടെ അടിസ്ഥാനത്തിൽ 2019 17ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു വോട്ടർമാർക്ക് പ്രധാനപ്പെട്ട വിഷയമായിരുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കിയതിനു ശേഷം നമുക്ക് ഈ എക്സിറ്റ് പോളിലേക്ക് വരാം. സ്ട്രൈക്ക് റേറ്റ് ആദ്യം നമ്മൾ നോക്കുന്നത് പോൾ അജണ്ട, അതിനു മുമ്പ് നമ്മൾ സ്ട്രൈക്ക് റേറ്റിലേക്ക് പോകുന്നു. വിജയകുമാർ, ഈ സ്ട്രൈക്ക് റേറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് NDA കഴിഞ്ഞ തവണ അധികാരത്തിലേക്ക് എത്തുന്ന സമയത്ത്, BJP NDA അധികാരത്തിൽ എത്തിക്കുന്ന സമയത്ത് ഏതൊക്കെ മേഖലകളിലായിരുന്നു BJPയുടെയും NDAയുടെയും ഹോൾഡ്, സ്വാധീനമുണ്ടായിരുന്ന മേഖലകൾ ഏതെല്ലാമായിരുന്നു? ആ മേഖലകളിൽ എക്സിറ്റ് പോൾ എങ്ങനെയാണ് ഇത്തവണ നിർണായകമായ ചില സൂചനകൾ നമുക്ക് നൽകുന്നത് എന്നാണ് നമ്മൾ ആദ്യം പോകാൻ പോകുന്നത്. പ്രധാനമായും നമ്മൾ അഹിന്ദി പ്രദേശവും ഹിന്ദി പ്രദേശവുമാണ് ഇത്തവണ എടുക്കുന്നത്. കാര്യം ഇങ്ങനൊരു അനാലിസിസ് എടുക്കുന്നതിന് ഹിന്ദി ഹൃദയഭൂമിയിൽ ഇത്തവണ BJPക്ക് കനത്ത വോട്ട് നഷ്ടം ഉണ്ടാകുമെന്നും ആ വോട്ട് നഷ്ടം അഹിന്ദി മേഖലയിൽ നിന്ന് പരിഗണിക്കും എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചില കാൽക്കുലേഷൻസ്. എക്സിറ്റ് പോൾ ആ കാൽക്കുലേഷൻസിനെ തകർത്തെറിഞ്ഞു. ദക്ഷിണേന്ത്യ ഒഴിച്ചു നിർത്തിയാൽ അഹിന്ദി പ്രദേശത്തിൽ നോക്കൂ, 317 സീറ്റുകളാണ് മൊത്തമായിട്ടുള്ളത്. അഹിന്ദി പ്രദേശം എന്ന് പറയുന്നത് ദക്ഷിണ ഭാരതത്തിന്റെ ഹിന്ദി ഹൃദയഭൂമി ഒഴിച്ചു നിർത്തുന്ന പ്രദേശങ്ങൾ, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സും ദക്ഷിണ ഭാരത പ്രദേശങ്ങളും ചേർന്നാണ് അഹിന്ദി പ്രദേശം. ഹിന്ദി ഭാഷ പ്രധാനമായും മാതൃഭാഷയല്ലാത്ത പ്രദേശങ്ങൾ. മൊത്തം അവിടെ 317 സീറ്റുകളുണ്ട്. അവിടെ BJP NDA സഖ്യം നേടിയതാവട്ടെ 91 സീറ്റുകൾ മാത്രമാണ്. അതായത് കഴിഞ്ഞ തവണ വെറും 29% NDAയുടെ സ്ട്രൈക്ക് റേറ്റ് നോൺ ഹിന്ദി ഏരിയകളിൽ, പ്രത്യേകിച്ച് ദക്ഷിണ മേഖലയിൽ, ആന്ധ്രാപ്രദേശിൽ, അതിനുശേഷം കേരളത്തിൽ, തമിഴ്നാട്ടിൽ, കർണാടക ഒഴികെയുള്ള ദക്ഷിണ മേഖലയിൽ, തെലങ്കാന അടക്കമുള്ള മേഖലകളിൽ, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് അടക്കമുള്ള മേഖലകളിൽ സ്ട്രൈക്ക് റേറ്റ് വെറും 29%. പക്ഷേ സീറ്റുകളുടെ എണ്ണം വളരെ ഭീമമാണ്. 317ഓളം സീറ്റുകൾ അഹിന്ദി മേഖലയിൽ ഉണ്ടായിരുന്നു. ഹിന്ദി ഹൃദയഭൂമിയിലേക്ക് വരികയാണെങ്കിൽ 226 സീറ്റുകൾ മൊത്തമുണ്ട്. BJPയുടെ സ്ട്രൈക്ക് റേറ്റ്, ഹ്യൂജ് സ്ട്രൈക്ക് റേറ്റ്, ലൈക്ക് പണ്ടത്തെ ഒരു വിരാട് കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റിന് സമാനമായ സ്ട്രൈക്ക് റേറ്റ്, 90% സ്ട്രൈക്ക് റേറ്റ് ആണ് ഹിന്ദി മേഖലയിൽ ഉണ്ടായിരുന്നത്. അവിടെ BJP ഒറ്റയ്ക്ക് 192, NDA നോക്കൂ 203. സഖ്യകക്ഷികൾ കൂടി ചേർത്ത് നിർത്തിയാൽ ഹിന്ദി ഹൃദയഭൂമിയിൽ 203 ക്ലീൻ സ്വീപ്പാണ് ഹിന്ദി മേഖലയിൽ. ഇത്തവണ നമ്മൾ കരുതിയിരുന്നത് ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ എക്സിറ്റ് പോളുകൾ വരുന്നതിന് മുൻപുണ്ടായിരുന്ന പ്രഡിക്ഷൻസ്, ഹിന്ദി ഹൃദയഭൂമിയിൽ ഈ NDAയുടെ വോട്ട് ഷെയർ കുറയാനുള്ള സാധ്യതയുണ്ട്. ഹൃദയഭൂമിയിലെ നഷ്ടം ഒരുപക്ഷെ അവർ പശ്ചിമ ബംഗാൾ അടക്കം ഈ അഹിന്ദി മേഖലയിൽ നിന്ന്
നിന്ന് കൂടുതൽ സീറ്റുകൾ അവർക്ക് ലഭിക്കുമെന്നതായിരുന്നു കാൽക്കുലേഷൻ. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? പ്രേക്ഷകരെ സസ്പെൻസിലേക്ക് പോകുന്നതിന് മുമ്പ് വിജയൻ, എനിക്ക് തോന്നുന്നത് ഹിന്ദി ഹൃദയഭൂവിൽ BJPക്ക് വലിയ നഷ്ടം ഉണ്ടാകില്ല എന്നതാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത്. കുറച്ച് നഷ്ടമുണ്ടാകും. കാരണം മുഴുവൻ സീറ്റിൽ ലഭിച്ച ഗുജറാത്തിൽ ചിലപ്പോൾ 1-2 സീറ്റ് പോകും. മുഴുവൻ സീറ്റിൽ ലഭിച്ച രാജസ്ഥാനിൽ കുറച്ച് സീറ്റ് നഷ്ടപ്പെടും. വലിയ മുന്നേറ്റമുണ്ടായ മധ്യപ്രദേശിൽ 2-3 സീറ്റ് കുറയും. എന്നതിനപ്പുറത്തേക്ക് BJP തുടച്ചു നീക്കപ്പെടുന്ന ഒരു സാഹചര്യം അവിടെ ഒരിടത്തുമില്ല. നേരെ മറിച്ച് കൊൽക്കത്തയിലേക്ക് പോകുമ്പോൾ സ്ഥിതി മെച്ചപ്പെടുന്നു. BJP ഏറെ മുന്നോട്ട് പോകുന്നു. അതിനപ്പുറം ഒഡീഷയിലേക്ക് പോകുമ്പോൾ അവിടെയും BJP മെച്ചമുണ്ടാക്കുന്നു, നേട്ടമുണ്ടാക്കുന്നു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും BJP നില മെച്ചപ്പെടുന്നു. ഇതാണ് എക്സിറ്റ് പോളുകളിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കാൻ കഴിയും. അതായത് ഇത്തവണ എക്സിറ്റ് പോളുകൾ 2 മേഖലയിലും സ്ട്രൈക്ക് റേറ്റ് കൂട്ടിയിട്ടുണ്ട്. ഹൃദയഭൂമിയിലെ സ്ട്രൈക്ക് റേറ്റ് കുറച്ചിട്ടില്ല. ഒപ്പം തന്നെ അഹിന്ദി മേഖലയിൽ 29% എന്നുള്ളത് മാറ്റുന്നു. അവിടെ ശരാശരി 50-നും 60-നും ഇടയ്ക്ക് സ്ട്രൈക്ക് റേറ്റിലേക്ക് മാറുകയും ചെയ്യുന്നു. അതായത് ഹൃദയഭൂമിയിൽ 90%-ൽ നിന്ന് പക്ഷേ 80-75% മാത്രമേ കുറയുന്നുള്ളൂ. അഹിന്ദി മേഖലയിൽ അത് 30 മുതൽ 40% വരെ സ്ട്രൈക്ക് റേറ്റ് കൂടുകയും ചെയ്യുന്നുണ്ട് എക്സിറ്റ് പോളുകളുടെ നിഗമനത്തിൽ. ഇനി നമുക്ക് വളരെ പെട്ടെന്ന് ലോക് നീതി സർവേയുടെ ഇത്തവണത്തെ പോൾ അജണ്ട കൂടി നമുക്കൊന്ന് നോക്കാം. വിജയകുമാർ, പോൾ അജണ്ട എങ്ങനെയായിരുന്നു എന്ന് കൂടി നമ്മൾ നോക്കുന്നു. 2017 നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോളുകൾ ഫലം വരുന്നതിന് മുൻപ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ ആദ്യം നമ്മുടെ മുന്നിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇവയായിരുന്നു. തൊഴിലില്ലായ്മ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാകുമോ? വിലക്കയറ്റം പ്രധാനപ്പെട്ട വിഷയമാകുമോ? അഴിമതി പ്രധാനപ്പെട്ട വിഷയമാകുമോ? വികസനം പ്രധാനപ്പെട്ട വിഷയമാകുമോ എന്നായിരുന്നു. നമ്മളതിൻ്റെ റിസൾട്ട് കൂടി ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. വിജയകുമാർ, ആ റിസൾട്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു റിസൾട്ടുണ്ട്. അതായത് 2019 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് യഥാർത്ഥ ജനങ്ങളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു എന്ന ചോദ്യമാണ് നമ്മൾ ഉന്നയിക്കുന്നത്. അത് CSDS ചോദിച്ചപ്പോൾ CSDSന് കിട്ടിയ ഉത്തരം ഇങ്ങനെയാണ്: തൊഴിലില്ലായ്മ ഒരുപക്ഷെ 4 പതിറ്റാണ്ടുകളിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയുടെ ഫിഗറിലേക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് NSS സാമ്പിൾ സർവേ നമ്മളെ കൊണ്ടെത്തിക്കുമ്പോഴും NDAക്ക് അനുകൂലമായ ചില സൂചനകൾ CSDS സർവേ തരുന്നുണ്ട്. വെറും 12% മാത്രമാണ് തൊഴിലില്ലായ്മ അവരുടെ വോട്ടിംഗ് പ്രിഫറൻസിനെ അഥവാ വോട്ടിങ്ങിനെ നിശ്ചയിക്കുന്ന പ്രധാന ഘടകമാണെന്ന് പറയുന്നത്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് രണ്ടാമത് വിലക്കയറ്റം 4%, അഴിമതി 4%. ഒരുപക്ഷെ വിജയകുമാർ, ഏറ്റവും കൂടുതൽ പ്രചരണം കോൺഗ്രസ്സുകാർ ഉപയോഗിച്ചത് വിലക്കയറ്റമാണ് 4%, വികസനം 26%. എന്ത് റീഡ് ചെയ്തു വിജയ്? ഇതിൽ BJPയെ സംബന്ധിച്ചിടത്തോളം അരുൺ, ഈ കണക്ക് ലോക് നീതിയുടെ സർവേയുടെ ഈ കണക്ക് ലോക് നീതി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുമ്പ് പോയിരുന്നു ഈ മേഖലകളിൽ. അവിടെ ഈ 12 ആയിരുന്നില്ല ആ ഘട്ടത്തിൽ തൊഴിലില്ലായ്മ. 21%. വിലക്കയറ്റവും ഈ 4 ആയിരുന്നില്ല, അവിടെ 12%. അഴിമതിയും ഈ 4 ആയിരുന്നില്ല, അവിടെ 16. വികസനം 26 ആയിരുന്നില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്ന് BJP അവരുടെ ക്യാമ്പയിൻ ശക്തമാക്കിയപ്പോൾ തൊഴിലില്ലായ്മ എന്നത് 12ലേക്ക് കുറഞ്ഞു, വിലക്കയറ്റം 4ലേക്ക് വന്നു, അഴിമതി 4ലേക്ക് വന്നു, വികസനം 26ലേക്ക് ഉയർന്നു. അപ്പോൾ BJPയുടെ അജണ്ടയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ BJPക്ക് പറ്റിയെന്നാണ് ലോക് നീതിയുടെ സർവേയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ വിഷയങ്ങൾ തൊഴിലില്ലായ്മയായിരുന്നു മുഖ്യ വിഷയമെങ്കിൽ ആനുകൂല്യം കിട്ടുമായിരുന്നത് UPA ആകുമായിരുന്നു. വിലക്കയറ്റം പ്രചരണ വിഷയമായിരുന്നുവെങ്കിൽ, മുഖ്യ വിഷയമായിരുന്നുവെങ്കിൽ UPA ആയിരുന്നു. അഴിമതി, ചൗക്കിദാർ ചോർഹെ തുടങ്ങിയ മുദ്രാവാക്യങ്ങളും പ്രചരണങ്ങളും UP ഉപയോഗിച്ചെങ്കിലും അത് വെറും 4% മാത്രമാണ് മുഖ്യ വിഷയം. പക്ഷേ വികസനം എന്നുള്ളൊരു ഫാക്ടർ അവിടെ കിടക്കുന്നു, ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു. വികസനം ഉയർത്തിക്കൊണ്ടുവന്നു. എനിക്കൊന്ന് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും. നാഷണൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം, ദേശീയത എന്ന് പറയുന്ന ഒരു വിഷയം, 3 വികസനം. ഈ 3 കാര്യങ്ങളിലും ഈ പറയുന്ന NDAയുടെ ക്യാമ്പയിൻ സക്സസ്ഫുൾ ആയി. മറിച്ച് ഈ 3 വിഷയങ്ങളിലും തൊഴിലില്ലായ്മ, വിലക്കയറ്റം, അഴിമതി, ഇവയെല്ലാം UPയുടെ ക്യാമ്പയിൻ അത് ഉണ്ടായില്ല. തുടക്കത്തിൽ ഉണ്ടായിരുന്നു, പിന്നീട് അത് നഷ്ടപ്പെട്ടു പോയി. അത് ഫലം. BJPയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം മാനേജ് ചെയ്തവരുടെ മികവ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. നരേന്ദ്രമോദിയെ ഈ പറയുന്ന ഈ ദേശീയതയുടെ വക്താവായി, രാജ്യസുരക്ഷയുടെ പ്രതിബിംബമാക്കിയൊക്കെ അവതരിപ്പിച്ച് കൊണ്ടുവരാൻ, ഒരു വികസന നായകനായി അവതരിപ്പിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം ഹിന്ദി ഹൃദയഭൂവിൽ വിജയിച്ചു, അല്ലെങ്കിൽ രാജ്യത്ത് എമ്പാടും വിജയിച്ചു എന്ന് വേണം നമുക്ക് പ്രാഥമികമായി വിലയിരുത്താൻ. എക്സിറ്റ് പോളുകളുടെ സൂചനകൾ വെച്ച് നമ്മൾ സംസാരിക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെ പറയാൻ കഴിയുക. അതല്ലായിരുന്നുവെങ്കിൽ, ഈ പറയുന്ന ചൗക്കിദാർ ചോർഹെ എന്ന UPAയുടെ കോൺഗ്രസിന്റെ മുദ്രാവാക്യം ജനം ഏറ്റെടുത്തിരുന്നു എങ്കിൽ ഈ 4% ആകുമായിരുന്നില്ല. അതായത് ചൗക്കിദാർ ചോർഹെ എന്ന രാഹുൽ ഗാന്ധിയുടെ മുദ്രാവാക്യത്തിന് ജനങ്ങൾ എക്സിറ്റ് പോളുകളുടെ മറുപടി കൊടുത്തത് ചൗക്കിദാർ ചൗക്കിദാർ ഹേ, ചൗക്കിദാർ ചോർ നഹി ഹേ എന്നുള്ളതാണ്. അടുത്ത CSDSന്റെ ഡാറ്റ കാർഡ് കൂടി നമുക്കൊന്ന് കാണാം. CSDന്റെ ലോക് നീതി നെറ്റ്വർക്ക് നടത്തിയ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്ന് റഫാൽ ഇത്തവണ തിരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയമാകുമോ എന്നുള്ളതാണ്. പ്രേക്ഷകർ ഓർമ്മിക്കണം, UPAയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രചരണങ്ങളിൽ സിംഹഭാഗവും അവരുടെ ക്യാമ്പയിനുകളുടെ അനാലിസിസ് നടത്തിയാൽ 60 മുതൽ 70% വരെ എല്ലാ ക്യാമ്പയിനുകളിലും ഉപയോഗിച്ച വാക്കാണ് റഫാൽ എന്നുള്ളതും ചൗക്കിദാർ ചോർ
കമസോർ ഹേ എന്നുള്ള വാക്കും. ഇത് രണ്ടും ഇത്തവണ തിരഞ്ഞെടുപ്പിൽ പക്ഷേ വോട്ടർമാർ തള്ളിക്കളയുന്നു എന്ന സൂചന കൂടി നമ്മുടെ മുൻപിലുണ്ട്. ലോക്നീതി സർവേ പ്രകാരം റഫാൽ വിഷയത്തെക്കുറിച്ച് കേട്ടത് തന്നെ എത്ര പേരെന്ന് ചോദിച്ചിരുന്നു. ആ ചോദിച്ചത് 59% ആളുകൾ മാത്രമാണ് റഫാൽ എന്ന വിഷയത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്നവർ. മൊത്തം ഇന്ത്യൻ പോപ്പുലേഷനിൽ CSDS സർവേ പ്രകാരം വെറും 59%. അതായത് 41% കേട്ടിട്ട് പോലുമില്ല. എത്രയോ മാസങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് റഫാൽ ഉയർത്തിക്കൊണ്ടുവന്നതാണ്, രാജ്യത്താകെ ചർച്ച ചെയ്യുന്നതാണ്. എന്നിട്ടും അത്രയും ശതമാനം ആളുകൾ അതിനെപ്പറ്റി അജ്ഞരാണ് എന്ന് പറയുമ്പോൾ എവിടേക്കാണ് ഈ കാര്യങ്ങൾ എത്തുക എന്ന് വിജയകുമാർ, എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻഫറൻസ് നമ്മൾ ഡൽഹിയിലുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകർ പറയുന്നത് റഫാൽ നഗര കേന്ദ്രീകൃതമായ പത്രമാധ്യമങ്ങളുടെയും വാർത്താ പ്രേമികളുടെയും വിഷയമായിരുന്നു. ഗ്രാമങ്ങളിൽ ഒരുപക്ഷെ ഹിന്ദി സംസാരിക്കുന്ന പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന സ്ഥലങ്ങളിൽ റഫാൽ കാര്യമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. കുടുംബ സമൂഹങ്ങളിൽ റഫാൽ എന്നുള്ളതൊരു വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല. 2G സ്പെക്ട്രം ചെയ്തതുപോലെയോ ഒരുപക്ഷെ നേരത്തെ ഉണ്ടായിരുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ അഴിമതി പോലെയോ കൽക്കരി കുംഭകോണം പോലെയോ ഒന്നും തന്നെ റഫാൽ എന്ന വിഷയം താഴെത്തട്ടിൽ ഹിന്ദി സംസാരിക്കുന്നവരുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ ആ 41% ആയിരിക്കാം ഒരുപക്ഷെ റഫാൽ വിഷയവുമായി സംസാരിക്കാത്തത്. ഇംഗ്ലീഷ് ഭാഷ അറിയാത്തവർ, ഇംഗ്ലീഷ് പത്രം വായിക്കാത്തവർ, അവർ 41% ഡൊമിനന്റ് ആണ് എന്നുള്ളതാണ് CSDSന്റെ രസകരമായ ഒരു ഇൻഫ്ലുവൻസ്. അത് ഏതെങ്കിലും തരത്തിൽ നരേന്ദ്രമോദിക്ക് അനുകൂലമായി എക്സിറ്റ് പോളിന്റെ ഫലസൂചന വെച്ച് പറയുമ്പോൾ വന്നിരിക്കാൻ സാധ്യതയില്ലേ? തീർച്ചയായും റഫാൽ എന്നത് നരേന്ദ്രമോദിയെ ബാധിക്കുന്ന ഒരു അഴിമതിയാണ് എന്ന നിലയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസിനോ പ്രതിപക്ഷത്തിനോ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. നമ്മൾ ഈ എക്സിറ്റ് പോളിലെ സൂചനകൾ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ അതൊരു ശക്തമായ അഴിമതി വിഷയം, ഒരു വലിയ സ്കാം എന്ന നിലയിൽ അവതരിപ്പിച്ചു കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധി ശ്രമിച്ചെങ്കിലും അത് അതേപടി ജനങ്ങൾ ഏറ്റെടുത്തു എന്ന് കരുതാൻ ഈ ഘട്ടത്തിൽ നമുക്ക് കഴിയില്ല. നോക്കൂ, മൊത്തം 59% ആളുകൾ മാത്രമാണ് റഫാൽ എന്ന വിഷയത്തെക്കുറിച്ച് കേട്ടിരിക്കുന്നത്. ആ 59%-ൽ 36% ആളുകൾ മോദി ഇതിൽ അഴിമതിക്കാരനല്ല എന്നാണ് പറയുന്നത്. മൊത്തം 59% ആളുകൾ റഫാൽ വിഷയത്തെക്കുറിച്ച് കേട്ടവരിൽ 36% പറയുന്നു മോദിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കാൻ അവർ തയ്യാറാണ്. പക്ഷെ മോദിക്ക് ക്ലീൻ ചിറ്റ് ഇല്ല എന്ന് പറയുന്നത് കേവലം 41%. ഏതിന്റെ? ഈ റഫാൽ വിഷയത്തെക്കുറിച്ച് കേട്ട 59%-ന്റെ 41%, ഡിഫറൻസ് ഒരു 5%. അതായത് നേരത്തെ സൂചിപ്പിച്ച പോലെ കോൺഗ്രസിന്റെ കാലത്തുണ്ടായിരുന്ന അഴിമതിയുടെ കണക്കുകൾ പോലെയല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മാത്രമല്ല ഇതിൽ രസകരമായ ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു വിജയകുമാർ. 2014 അഴിമതി മുഖ്യ വിഷയമായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം 12% എന്ന് നൽകിയവരാണ് മോദിയുടെ കാലത്ത് അഴിമതി മുഖ്യ വിഷയമാണോ എന്ന ചോദ്യത്തിന് 4% മാറുന്നത്. 8% ഡിക്ലൈൻ ഉണ്ട്. അതേ റിഫ്ലക്ഷൻ ആണ് ഇവിടെ. കൃത്യമായി മോദിക്ക് അനുകൂലമായി NDAക്ക് അനുകൂലമായി വോട്ടർമാർ മൈൻഡ് സെറ്റ് ചെയ്യുന്നതിന്റെ കൃത്യമായ ഒരു ഉദാഹരണം. വളരെ പെട്ടെന്ന് നമുക്ക് ഇനി അടുത്ത വിഷയത്തിലേക്ക് കൂടെ പോയതിനു ശേഷം നമുക്ക് ഇതെങ്ങനെയാണ് ഈ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്ന് നോക്കാം. ഒറ്റ ചോദ്യം കൂടി ഞാൻ ചോദിക്കട്ടെ. ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ എക്സിറ്റ് പോളുകൾ വന്നു നിൽക്കുന്ന ഘട്ടത്തിൽ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയങ്ങളായതെങ്കിൽ എങ്ങോട്ടാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ഭാവി എന്നാണ് താങ്കൾ കരുതുന്നത്? എനിക്ക് തോന്നുന്നത് ഇതൊക്കെ വിഷയമായിട്ടുള്ളുവെങ്കിൽ 2014 അടുത്തു നിൽക്കുന്ന ഒരു റിസൾട്ട് NDAക്ക് ഉണ്ടായേക്കാം. ഇതൊക്കെ തന്നെയാണ് വിഷയം. നമ്മൾ എപ്പോഴും സംസാരിച്ചിരുന്നത്, ഇത്തരം പരിപാടികളിൽ നമ്മൾ എപ്പോഴും ചൂണ്ടിക്കാട്ടിയത് റൂറൽ ഇന്ത്യ എങ്ങനെ പ്രതികരിക്കും, അത് നരേന്ദ്രമോദിക്ക് എതിരാവാനാണ് സാധ്യത. രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും ഛത്തീസ്ഗഡിലെയും റിസൾട്ട് വെച്ച് നമ്മൾ പലതവണ വിലയിരുത്തിയതാണ്. പക്ഷേ അങ്ങനെയല്ല എന്നതാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത്. ഇനി UPയിലെയൊക്കെ എക്സിറ്റ് പോൾ ഫലം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്, അവിശ്വസനീയമാണ്. BJP ക്ലീൻ സ്വീപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. മഹാഗഡ്ബന്ധനൊക്കെ വളരെ മുകളിലേക്ക് BJP പോകുമെന്ന് പറയുന്ന സർവേകളുണ്ട്. അത് രാജ്ദീപ് സർദേശായിയെ പോലെയുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഉൾപ്പെട്ട ഇന്ത്യ ടുഡേ ഗ്രൂപ്പിന്റെ സർവേ പോലും അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ആ നിലയിലൊക്കെയാണ് കാര്യങ്ങൾ വരുന്നതെങ്കിൽ നമുക്ക് നിസ്സംശയം പറയാം BJPക്ക് ഒറ്റയ്ക്ക് ഈ പറയുന്ന ഹാഫ് വേ മാർക്കിലേക്ക് പോകാൻ സാധ്യത. നിലവിൽ നമ്മൾ എക്സിറ്റ് പോളുകളിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി വിജയകുമാർ, എങ്ങനെയായിരിക്കും ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ചരിത്രത്തിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികളും അല്ലെങ്കിൽ രാഷ്ട്രമീമാംസയെ താല്പര്യമുള്ള ആളുകളും വിലയിരുത്താൻ പോവുക? ഈ ജനാധിപത്യത്തിലെ ഈ മഹോത്സവം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുമ്പോഴും ഈ തെരഞ്ഞെടുപ്പ് അയഥാർത്ഥ വിഷയങ്ങളിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന രീതിയിൽ ചരിത്രം ഇതിനെ വിലയിരുത്താൻ സാധ്യതയുണ്ടോ? അതായത് റിയലിസ്റ്റിക് ആയൊരു തെരഞ്ഞെടുപ്പ് ആയിരുന്നില്ല, റിയൽ ഇഷ്യൂസിന്റെ പുറത്ത്. ഇതാണ് CSDSന്റെ ഡാറ്റ നമ്മൾ പറയുന്നത്. ഒരുപക്ഷെ UP പരാജയപ്പെടുകയാണെങ്കിൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ഇടത് ഇന്റലക്ച്വൽസിന്റെ കയ്യിൽ നിന്ന് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട നിരീക്ഷണവും അതായിരിക്കും. പ്രൊപ്പഗാൻഡ വിജയിച്ചു എന്ന തരത്തിൽ ഒരു പ്രചരണം വരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് ഈ ഘട്ടത്തിൽ? അങ്ങനെ ഒരു പ്രചരണം വരാനുള്ള സാധ്യതയുണ്ട്. ഡിമോണിറ്റൈസേഷൻ, GST, ഈ മറ്റേ അൺഎംപ്ലോയ്മെന്റ് ഡേറ്റയുടെ വിശദാംശങ്ങൾ, ഇതൊന്നും വരാതെ വിലക്കയറ്റം, ഏറ്റവും പ്രധാനം കാർഷിക മേഖലയിലെ വലിയ പ്രശ്നം കർഷകരുടെ ആത്മഹത്യ, ഇതൊന്നും എന്തുകൊണ്ട് രാജ്യത്ത് ചർച്ചയായില്ല എന്ന ചോദ്യം നിരന്തരമായി ഉയർന്നു വന്നേക്കാം. പക്ഷേ അപ്പോഴും
പലപ്പോഴും നമുക്ക് തിരികെ ചോദിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ട് പ്രതിപക്ഷം രാജ്യവ്യാപകമായ ഇതൊരു പ്രക്ഷോഭത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രചാരണ വിഷയമാക്കിക്കൊണ്ടോ വരുന്നില്ല. BJP ഉയർത്തിക്കൊണ്ടുവന്ന ക്യാമ്പയിൻ്റെ ചുവട് പിടിച്ച് അതിന് പിന്നാലെ പോവുകയായിരുന്നുവല്ലോ പലപ്പോഴും. ബാലാക്കോട്ടിൽ മരിച്ച തീവ്രവാദികളുടെ കണക്ക് ചോദിച്ചു കോൺഗ്രസ് ഒരാഴ്ച സമയം കളഞ്ഞു. അവിടെ റഫാൽ ചർച്ചയിൽ നിന്ന് പൂർണ്ണമായും മാറ്റിവെച്ചു കോൺഗ്രസ്. പിന്നീട് നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയുടെ രാജീവ് ഗാന്ധിയുടെ കാര്യം പറഞ്ഞപ്പോൾ ആ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരിക്കൊണ്ട ആ ആഴ്ചകളിൽ അതിന് മറുപടി പറഞ്ഞു കോൺഗ്രസ് സമയം കളഞ്ഞു. അങ്ങനെ വിഷയങ്ങൾ മർമ്മപ്രധാന വിഷയങ്ങളിൽ ഊന്നി മുന്നോട്ട് പോകുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. NDA പ്രചരണത്തിന്റെ അജണ്ട സെറ്റ് ചെയ്തു, അതിന് പിന്നാലെ പോയി പ്രതിപക്ഷം, അതാണ് BJP കൊണ്ടുവന്ന അജണ്ടയ്ക്ക് പിന്നാലെ. BJPയെ സംബന്ധിച്ചിടത്തോളം സാം പിത്രോദ പറഞ്ഞ ബാലാക്കോട്ടിലെ നടപടി സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവിടണമെന്ന സാം പിത്രോദയുടെ വാക്കിൽ പിടിച്ച് BJP മുന്നോട്ട് പോയപ്പോൾ അതിന് മറുപടി പറഞ്ഞു പോവുകയായിരുന്നു കോൺഗ്രസ് ചെയ്തത്. അവസാനം വീണ്ടും സാം പിത്രോദ നടന്നു, കഴിഞ്ഞു. അപ്പോൾ അവിടെയും കിട്ടി BJPക്ക് ഒരാഴ്ച മുന്നോട്ട് പോകാനുള്ള ആയുധം. അതായത് മർമ്മപ്രധാന വിഷയങ്ങളെ അജണ്ടയിൽ നിന്ന് മാറ്റിവെക്കാനുള്ള അവസരം അവിടെയും കിട്ടി. അങ്ങനെ കോൺഗ്രസ് ഇത് തളികയിൽ വെച്ച് കൊടുത്തു. പലരും നടന്നു. തിരഞ്ഞെടുപ്പാണ്. തിരഞ്ഞെടുപ്പിൽ അന്തിമമായി ആരാണോ നമ്പറിൽ വിജയിക്കുന്നത് അവരാണ് അധികാരത്തിലേക്ക് എത്തുന്നത്, ഇന്ദ്രപ്രസ്ഥത്തിലെത്തുന്നത്. ബാറ്റിൽ ഓഫ് നമ്പേഴ്സ് ആണ്, നമ്പറുകളുടെ യുദ്ധമാണ്. ആ നമ്പറുകളുടെ യുദ്ധത്തിൽ ഇത്തവണ പോൾ ഓഫ് പോൾസിൽ നമ്മൾ ഇന്നലെ പരിചയപ്പെടുത്തിയ അതേ ഡാറ്റ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഒരിക്കൽ കൂടി നമ്മൾ എത്തിക്കുകയാണ്. ഓരോ സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ പ്രധാനമായും 4ആയി തിരിച്ചിട്ടുണ്ട്. 4 മേഖലകളിൽ എങ്ങനെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നത് എന്നതുകൂടി നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. ആദ്യം നമുക്ക് ദക്ഷിണ ഭാരതത്തിലേക്ക് പോകാം. ആന്ധ്രാപ്രദേശും തമിഴ്നാടും കേരളവും കർണാടകയും തെലങ്കാനയും എങ്ങനെയാണ് ഈ എക്സിറ്റ് പോളിൽ പ്രതികരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം കേരളത്തിൻ്റെ ഡാറ്റയാണ് വരുന്നത്. കേരളത്തിൻ്റെ ഡാറ്റ പ്രധാനപ്പെട്ട ഏജൻസികൾ മുന്നിലേക്ക് വെച്ച ന്യൂസ് 18 ഡാറ്റയായിരുന്നു ഇതിൽ ഒരുപക്ഷെ ഔട്ട്ലെയർ എന്ന് പറയാവുന്നത്. ബാക്കി എല്ലാ ഏജൻസികളും പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായൊന്ന്. LDFന് അവിടെ ഒരു ആനുകൂല്യം കൊടുക്കുന്നു. അഡ്വാൻറ്റേജ് LDF ആണ്. 11 മുതൽ 13 സീറ്റുകൾ വരെ. UDF 7-9 സീറ്റുകളിൽ ഒതുങ്ങുമെന്ന് പറയുന്നു. BJP അക്കൗണ്ട് ഓപ്പൺ ചെയ്യില്ല. ഇതാണ് ഒരു പരിധിവരെ ഇപ്പോൾ ഇടത് സൈബർ സെല്ലുകളിൽ ഓടുന്ന പ്രധാനപ്പെട്ട കാര്യം. അവർ അവരുടെ 18-16 എന്നുള്ള അവകാശവാദങ്ങളൊക്കെ കളഞ്ഞ് ഇപ്പോൾ ന്യൂസ് 18ന്റെ ഈ ഡാറ്റയിലാണ് നിൽക്കുന്നത്. 11 സീറ്റുകൾ വരെ നേടും. കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തും LDF എന്നതാണ് ഇടതു കേന്ദ്രങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നത്. അതെ, ഒരു പക്ഷേ നമുക്ക് എങ്ങനെയാണ് അതിനെ വിലയിരുത്താൻ കഴിയുക എന്നറിയില്ല. കേരളത്തിൽ കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നേക്കാമെന്ന സൂചന തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് UDFന് അനുകൂലമായി കേന്ദ്രീകരിക്കപ്പെട്ടു എന്ന് വിലയിരുത്തുമ്പോൾ ഇടതുമുന്നണിക്ക് ഈ നിലയിലേക്ക് ഉയരാൻ പറ്റുമോ എന്ന സംശയം. ആ ചോദ്യത്തോടൊപ്പം തന്നെ ശബരിമല ഒരു വിഷയമല്ല എന്നത് മാത്രവുമല്ല, ശബരിമലയിൽ സർക്കാർ എടുത്ത നിലപാടായിരുന്നു ശരിയെന്ന് ഭൂരിപക്ഷം വോട്ടർമാർ കരുതുന്നു എന്ന അവസ്ഥ കൂടി ഒരുപക്ഷെ ന്യൂസ് 18 സർവേ ഉണ്ട്. കാരണം BJP അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല സമാന നിലപാടെടുത്ത UDF 7-9 ചുരുങ്ങുന്നു എന്നുള്ളതും കൂടിയുണ്ട്. പക്ഷേ ഓർമ്മിക്കണം, 10 ഏജൻസികളിൽ ആകെ ഒരേ ഒരു ഏജൻസി മാത്രമാണ് കേരളത്തിൽ LDFന് ഒരു മുൻതൂക്കമുണ്ടെന്ന് പ്രവചിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാ ഏജൻസികളും UDFന് അനുകൂലമായ എഡ്ജാണ്. മറ്റൊരു ഏജൻസി കൂടി സർവേ കൂടി നമുക്ക് വളരെ പെട്ടെന്ന് നോക്കിയാൽ സീ വോട്ടർ സർവേ പ്രകാരം 15 ഇത് തന്നെയാണ് ഇന്ത്യ ടുഡേയും പ്രവചിച്ചിരിക്കുന്നത്. 15 സീറ്റുകൾ UDFന്, 5 LDFന്. ഇവിടെയും NDA അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്തില്ല. റിപ്പബ്ലിക് സി വോട്ടർ സർവേ പൊതുവെ വന്ന സർവേകളുടെ എല്ലാം ഒരു ആകത്തുക UDF ഒരു 14 മുതൽ 16 സീറ്റുകൾ വരെ നേടാം എന്നതായിരുന്നു. ഈ ഒരു സർവേ ഒഴികെ, നമ്മൾ ന്യൂസ് 18ന്റെ സർവേ ഒഴികെ ബാക്കി വന്ന മുഴുവൻ സർവേകളുടെയും ഒരു ആകത്തുക 14-16 എന്നുള്ളതായിരുന്നു. ചിലപ്പോൾ BJPക്ക് ഒരു സീറ്റ് കിട്ടിയേക്കാം. ഇടതു മുന്നണിക്ക് മാക്സിമം ലഭിക്കുക 5. ഇതായിരുന്നു നമ്മൾ കണ്ട സർവേകളുടെ ഒരു ആകത്തുക. ഇപ്പൊ നമ്മൾ കണ്ട 2 സർവേകളിലും NDA അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നില്ല ഈ ഘട്ടത്തിൽ, കേരളത്തിന്റെ ഘട്ടത്തിൽ. ഇനി നമ്മൾ അടുത്ത ഒരു ഏജൻസിയിലേക്ക് കൂടി വരുന്നു. ടൈംസ് നൗ CNA സർവേ പ്രകാരം 15-4-1 ആദ്യമായി BJP അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമെന്ന് ഉറപ്പോടുകൂടി പറയുന്നത് ടൈംസ് നൗ CNA സർവേ ആണ്. ഒരു സീറ്റ് ഓപ്പൺ ചെയ്യാം. അത് കേരളത്തിന്റെ മാധ്യമങ്ങളെ മനോരമ ന്യൂസും മാതൃഭൂമി ന്യൂസും കൂടി പറയുന്നത് തിരുവനന്തപുരമായിരിക്കും ഒരുപക്ഷെ BJP അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധ്യതയുള്ളത്. അങ്ങനെയാണെങ്കിൽ BJP ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. LDF 4, UDF 15 എന്നുള്ളതാണ്. ടുഡേയ്സ് ചാണക്യ 16-4-0 ഇവിടെയും NDAക്ക് സീറ്റ് ഓപ്പൺ ചെയ്യുന്നു എന്ന് ടുഡേയ്സ് ചാണക്യ പറയുന്നില്ല. ഏറ്റവും വിശ്വാസ്യത കഴിഞ്ഞ തവണ ആർജിച്ച ഒരു സർവേ ഏജൻസിയാണ് ടുഡേയ്സ് ചാണക്യയുടെ. ഇന്ത്യ ടുഡേയുടെ കൂടി വന്നാൽ കേരളത്തിൽ 15 മുതൽ 16 സീറ്റുകൾ വരെ LDF നേടാം, UDF നേടാം. LDF 3-5 ആണ്. NDA ഒരു സീറ്റ് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം എന്നതാണ് നിലപാട്. ഇതായിരുന്നു കേരളത്തിന്റെ കണക്ക്. വളരെ പെട്ടെന്ന് നമുക്ക് തമിഴ്നാട്ടിൻ്റെയും ആന്ധ്രാപ്രദേശിൻ്റെ കൂടെ കണക്ക് വന്നതിന് ശേഷം സൗത്ത് ഇന്ത്യ എങ്ങനെയാണ് ഇത്തവണ എക്സിറ്റ് പോളിൽ പ്രതികരിച്ചതെന്ന് നോക്കാം. തമിഴ്നാടിൻ്റെ കണക്ക് നമ്മൾ നോക്കുന്നു.
തമിഴ്നാട്ടിൽ ന്യൂസ് 18 പ്രകാരം ന്യൂസ് 18 മാത്രമാണ് ADMKക്ക് ആശ്വാസം നൽകിയത്. 14 മുതൽ 16 വരെ സീറ്റുകൾ ADMKക്ക് ലഭിക്കും. DMKക്ക് 22 മുതൽ 24, അതേഴ്സ് 0 എന്നതാണ് തമിഴ്നാട്ടിൽ. വളരെ ബൈപോളറൈസ്ഡ് ആയ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ഒരു തിരഞ്ഞെടുപ്പിന്റെ ചിത്രം ന്യൂസ് 18 നമുക്ക് തരുന്നു. DMK മുന്നേറും, പക്ഷേ ADMK തകർന്നടിയുന്നില്ല. 14 മുതൽ 24 ന്യൂസ് 18 മാത്രമാണ് LDFന് അനുകൂലമായ ട്രെൻഡ് പറഞ്ഞ ന്യൂസ് 18 മാത്രമാണ്. റൈറ്റ്, മൂവിംഗ് ടു നെക്സ്റ്റ്. അടുത്തതിലേക്ക് പോയാൽ റിപ്പബ്ലിക് സി വോട്ടർ സർവേയിൽ NDA 11, UPA. NDA എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ADMK ആണ്. 27 UPA എന്ന് ഉദ്ദേശിക്കുന്നത് DMK ആണ്. ഇവിടെയും കാര്യമായ ഒരു തകർച്ച ADMKക്ക് വരുന്നില്ല. അവർ പിടിച്ചു നിൽക്കുന്നു, പൂർണ്ണമായും വാഷ് ഔട്ട് ചെയ്യുന്നില്ല റിപ്പബ്ലിക് സി വോട്ടർ സർവേ. അടുത്ത ഏജൻസിയുടെ സർവേ തമിഴ്നാട്ടിൽ പ്രവചിക്കുന്നത് ടൈംസ് നൗ CNX ആണ്. അവിടെയും NDA 10 സീറ്റുകൾ നിൽക്കുന്നു. അതായത് ADMKക്ക് തകരുന്നില്ല. 28 DMK UPയുടെ ഘടകകക്ഷിക്ക് പ്രവചിക്കുന്നത്. അടുത്ത ഏജൻസിയിലേക്ക് പോവുകയാണെങ്കിൽ ടുഡേയ്സ് ചാണക്യ കുറച്ചുകൂടി പരിതാപകരമായ, കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു റിസൾട്ടാണ് തരുന്നത്. DMK 6, ADMK 31, അതേഴ്സ് 1 എന്ന കാറ്റഗറിയിലേക്ക് വരുന്നു. ഇതൊരു പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോയതാണ് ഇന്നലെ ശ്രദ്ധിക്കാതെ പോയത്. ഇതൊരു ഔട്ട്ലെയർ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യമാണ്. ആന്റി ഇൻകംബൻസി ഇല്ലെന്ന് മാത്രവുമല്ല, 37 6 സീറ്റുകൾ മാത്രമേ ADMKക്ക് നഷ്ടപ്പെടുന്നുള്ളൂ എന്നാണ് ടുഡേയ്സ് ചാണക്യ പറയുന്നത്. വളരെ സ്പ്യൂരിയസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു റിസൾട്ടാണ്. നമുക്ക് ഗ്രൗണ്ട് റിയാലിറ്റിയുമായി ചേർന്ന് നിൽക്കാത്ത ഒരു കണക്കാണ്. നെക്സ്റ്റ്, മൂവിംഗ് ടു നെക്സ്റ്റ്. തമിഴ്നാട്ടിൽ ഇന്ത്യ ടുഡേ ഏറ്റവും കൂടുതൽ സർവേ ഏജൻസികൾ അല്ലെങ്കിൽ സർവേ സാമ്പിളുകൾ എടുത്ത സർവേ ആയിരുന്നു. ഇത് കുറച്ചുകൂടി ഒരു പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റി ആണെന്ന് ചിലർ വിശ്വസിക്കുന്നുണ്ട്. കാരണം ടോട്ടൽ ഷിഫ്റ്റ് ചെയ്യുന്നു. 37 കഴിഞ്ഞ തവണ ADMK കിട്ടുന്നു, ഇത്തവണ 38 DMK കൊണ്ടുപോകുന്നു. ADMKക്ക് ഒന്നും കിട്ടുന്നില്ല. അതേഴ്സ് കാറ്റഗറിയിൽ ഒരു പക്ഷേ സ്വതന്ത്രന്മാർ ഏതെങ്കിലും ഒരു സീറ്റ് 4 സീറ്റ് വരെ നേടാമെന്ന് പ്രവചിക്കുകയും ചെയ്യുന്നു. ഇന്ത്യ ടുഡേയുടെ ഈ സർവേ പ്രകാരമാണ് തമിഴ്നാട്ടിൽ കാര്യങ്ങൾ വരുന്നതെങ്കിൽ UPAക്ക് ചിരിക്കാനുള്ള വഴി തമിഴ്നാട് കൊടുക്കുന്നു എന്നതാണ്. കേരളവും തമിഴ്നാടും സോഫാർ UPAക്ക് അനുകൂലമാണ്. എനിക്ക് തോന്നുന്നു ഇത്തവണ UPA നേട്ടമുണ്ടാക്കുന്നത് ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നായിരിക്കാം. പിന്നീട് പഞ്ചാബിൽ നിന്നാണ് കോൺഗ്രസിന് കുറച്ച് സീറ്റ് പ്രവചിക്കുന്നത്. ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടുന്ന സീറ്റുകൾ വെച്ചിട്ടായിരിക്കും UPA ഡൽഹിയിൽ എന്തെങ്കിലുമൊക്കെ നീക്കങ്ങൾ നടത്താൻ ശ്രമിക്കുക. ഇനി നമുക്ക് വളരെ പെട്ടെന്ന് കർണാടകയും ആന്ധ്രാപ്രദേശും തെലങ്കാന കൂടി നമുക്ക് വരേണ്ടതുണ്ട്. ഇതുവരെയും UPAക്ക് അനുകൂലമായ ഒരു ട്രെൻഡാണ് പ്രവചിച്ചതെങ്കിൽ ആന്ധ്രാപ്രദേശ് എങ്ങനെയാണ്? ഇത്തവണ നീക്കങ്ങൾ കൊണ്ട് വളരെ ചടുലമാണ് ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ ആന്ധ്രാപ്രദേശ് എങ്ങനെ ചിന്തിക്കുന്നു? അവിടെ മത്സരം പ്രധാനമായും TDPയും YSRCPയും തമ്മിലാണ് എന്ന രീതിയിലുള്ള ചില സൂചനകളാണ്. 25 സീറ്റുകളിൽ ഒരുതരം 50-50 ഷെയറിംഗ് നടക്കുന്നുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ പ്രകടനം മെച്ചപ്പെടുത്തും രാജശേഖർ റെഡ്ഡി. YSR കോൺഗ്രസ് 13 മുതൽ 14 സീറ്റ് വരെ എത്തും. ഒരു 5 മുതൽ 6 വരെ സീറ്റുകൾ വർദ്ധിപ്പിച്ചേക്കാം. TDP 10 മുതൽ 12 വരെ, 13 സീറ്റുകളോളം TDPക്ക് നഷ്ടപ്പെടാനുള്ള. ഈ വന്ന സർവേകളൊക്കെ TDP പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും പിടിച്ചു നിൽക്കുന്നുണ്ട്. അവിടെ ഒരു ആന്റി ഇൻകംബൻസി ഉണ്ടായിരുന്നു എങ്കിലും അതിനെ അതിജീവിക്കാൻ TDPക്ക് കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാന ഭരണം TDP നിലനിർത്തുമെന്ന് പറയുന്ന പ്രാദേശിക ആന്ധ്ര തെലുങ്ക് ചാനലുകളുടെ സർവേകൾ അവിടെ ചന്ദ്രബാബു നായിഡു തന്നെ മുഖ്യമന്ത്രിയായേക്കും എന്ന് പറയുന്നുണ്ട്. അതിൽ ഒരുപക്ഷെ അക്കാര്യത്തിലും ഒരു ഉറപ്പ് പറയുന്നില്ലെങ്കിലും സാധ്യത നിലനിൽക്കുന്നു. സ്പ്ലിറ്റ് വെർഡിക്റ്റ് അല്ല ആന്ധ്രാപ്രദേശിൽ. അതായത് ഒഡീഷയിലൊക്കെ നേരെ തിരിച്ച് സംഭവിച്ചിട്ടുണ്ട്. നവീൻ പട്നായിക് സംസ്ഥാനം ഭരിക്കട്ടെ, പക്ഷേ മോഡി കേന്ദ്രം ഭരിക്കട്ടെ എന്നുള്ളൊരു സ്പ്ലിറ്റ് വെർഡിക്റ്റ് ലോക്സഭാ നിയമസഭയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ആന്ധ്രാപ്രദേശിൽ വന്നിട്ടില്ല. ന്യൂസ് 18 അടുത്ത പ്രധാനപ്പെട്ട ഏജൻസി ആന്ധ്രാപ്രദേശിലേക്ക് ഇപ്പോൾ പ്രവചിച്ചത് റിപ്പബ്ലിക് സി വോട്ടർ സർവേ. അവിടെയും YSR കോൺഗ്രസ് നേരിയ മുന്നേറ്റം നടത്തുന്നുണ്ട്. 11ലേക്ക് എത്തുന്നു. TDP തകരുന്നില്ല. 15ൽ നിന്ന് ഒരു സീറ്റ് മാത്രമാണ് TDPക്ക് നഷ്ടപ്പെടുന്നത്. BJP അവിടെ സീറ്റുകൾ ഒന്നും തന്നെ നേടുന്നില്ല എന്നാണ് ആന്ധ്രാപ്രദേശ് റിപ്പബ്ലിക് സി വോട്ടർ സർവേ പറയുന്നത്. അടുത്ത ഏജൻസിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ആന്ധ്രാപ്രദേശിൽ ടൈംസ് നൗ CNX പ്രകാരം YSRCP ഒരു വലിയ നേട്ടം, 10 സീറ്റുകൾ കൂട്ടുന്നുണ്ട്, 18 സീറ്റുകളിലേക്ക് എത്തുന്നു. കുറച്ചുകൂടി റിയലിസ്റ്റിക് എന്ന് വേണം. പുറമേക്ക് തോന്നുമ്പോൾ ശരിയാണ് എന്ന് വിചാരിക്കുന്നു. YSR കോൺഗ്രസിലെ ജഗൻമോഹൻ റെഡ്ഡിയുടെ റാലികളും ജഗന്റെ തെരഞ്ഞെടുപ്പ് പരിപാടികളിലെ ആൾക്കൂട്ടവും ഒക്കെ കാണുമ്പോൾ ഈ നിലയിലൊരു മുന്നേറ്റം ജഗൻമോഹൻ റെഡ്ഡിക്ക് അവിടെ ഉണ്ടാകുമെന്ന് പൊതുവെ നമ്മൾ വിലയിരുത്തി പോയിട്ടുണ്ട്. ടൈംസ് നൗവിന്റെ കണക്ക് പ്രകാരം TDPക്ക് 8 സീറ്റുകൾ വരെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. നൗ മൂവിംഗ് ടു നെക്സ്റ്റ്. അടുത്ത പ്രധാനപ്പെട്ട ഏജൻസി ടുഡേയ്സ് ചാണക്യ 8 സീറ്റുകൾ മാത്രമാണ് YSRCPക്ക് പറയുന്നത്. പക്ഷേ 17 സീറ്റുകൾ വരെ കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തുമെന്നാണ് ടുഡേയ്സ് ചാണക്യ പറയുന്നത്. ഇന്ത്യ ടുഡേയുടെ കണക്ക് പ്രകാരം ഇനി അടുത്ത ഏജൻസിയിലേക്ക് പോകുന്നു. ആന്ധ്രാപ്രദേശിൽ ഇന്ത്യ ടുഡേ YSRCP 18 മുതൽ 20 സീറ്റുകൾ വരെ നേടാം, 4 മുതൽ 6 സീറ്റുകൾ വരെ. ഇന്ത്യ ടുഡേ ഒരു എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ പോലും മൂഡ് മനസ്സിലാക്കുന്നതിൽ നിലവിൽ ഇന്ത്യ ടുഡേ ഈ വലിയൊരു സാമ്പിൾ സൈസ് കൊണ്ട് സാമ്പിൾ സൈസ് കൂടുന്നതിനനുസരിച്ച് കിട്ടാവുന്ന താഴെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ കൂടുതലാണ് എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. അങ്ങനെയാണെങ്കിൽ YSR കോൺഗ്രസിന്റെ മുന്നേറ്റം അവിടെ ഉണ്ട് എന്ന് വേണം വിലയിരുത്താൻ. അത് ഇന്ത്യ ടുഡേയുടെ ഈ സർവേയിൽ അത് പ്രകടവുമാണ്. അതായത് കേരളത്തിലും തമിഴ്നാട്ടിലും UPA ചിരിക്കുമെങ്കിൽ ആന്ധ്രാപ്രദേശിൽ YSRCP UPയുടെ ഭാഗമാകാൻ
സാധ്യമാകാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് തന്നെ ഭരണം വരുന്ന ഘട്ടത്തിൽ പോലും YSRCP NDയുടെ ഘടകകക്ഷിയാവാനുള്ള സാധ്യതകളേറെയാണ്. അതെ, TDP പോലും UPയുടെ ഭാഗമാകുമോ എന്ന്, അല്ല ആ നിലയിൽ ഒരു സഹകരണം അവരുണ്ടാക്കുമോ എന്ന് ഇപ്പോഴും അറിയില്ല. റൈറ്റ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ആന്ധ്രാപ്രദേശിൽ ഡിസിസീവ് ആവുമെന്ന് കരുതിയവരിൽ YSRCPക്ക് അഡ്വാൻറ്റേജ് കൽപ്പിക്കുന്നുണ്ട് എക്സിറ്റ് പോളുകൾ എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇനി കർണാടക കൂടി നമ്മൾ വളരെ പെട്ടെന്ന് വരുന്നു. കർണാടക നമ്മളെ സർപ്രൈസ് ചെയ്ത ഒരു സംസ്ഥാനം. 21 മുതൽ 23 സീറ്റുകൾ വരെ NDA നേടിയേക്കാം എന്നുള്ളതാണ്. കോൺഗ്രസ് ജനതാദൾ സഖ്യം തകർന്നടിയുന്നു എന്ന ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഫലമായിരുന്നു ഇന്നലെ എക്സിറ്റ് പോളുകൾ പുറത്തുവിട്ടത്. UPA 5 മുതൽ 7 സീറ്റുകളിലേക്ക് ഒതുങ്ങാം എന്നതാണ് കർണാടകയിൽ പറയുന്നത്. മൂവിംഗ് ടു നെക്സ്റ്റ്, അടുത്ത പ്രധാനപ്പെട്ട ഏജൻസി റിപ്പബ്ലിക് സി വോട്ടർ സർവേ പ്രകാരം NDA ഒരു സീറ്റ് കൂടി നേടി 18ലേക്ക് എത്താം. UPA നില നഷ്ടപ്പെടുത്തുന്നില്ല, പക്ഷേ ജനതാദൾ സെക്യുലറുമായിട്ടുള്ള സഖ്യം കാര്യമായിട്ട് ഗുണം ചെയ്തിട്ടില്ല. 9ലേക്ക് എത്തുന്നു. അടുത്ത ഏജൻസിയിലേക്ക് വരികയാണെങ്കിൽ കർണാടക ടൈംസ് നൗ 20 സീറ്റുകളാണ് NDAക്ക് ലഭിക്കുന്നത്, 3 സീറ്റുകൾ കൂടുതൽ കിട്ടുന്നു. UPA ഒരു സീറ്റ് മാത്രം കുറയുന്നു. നെക്സ്റ്റ് ഏജൻസി കർണാടക ടുഡേയ്സ് ചാണക്യ പറയുന്നത് 23 കിട്ടുന്നു BJPക്ക്. ഇന്റർനാഷണൽ കോൺഗ്രസ് 5 ആയിട്ട് മാറുന്നു. ഇതൊരു വലിയ മുന്നേറ്റം പറയുന്നുണ്ട്. 28ൽ 23 കർണാടകയിൽ ജനതാദൾ കോൺഗ്രസ് സഖ്യത്തെ പരാജയപ്പെടുത്തി നേടുന്നു എന്നുള്ളതാണ് ടുഡേ ചാണക്യം. നമുക്ക് ഇന്ത്യ ടുഡേ കൂടി കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. ഇന്ത്യ ടുഡേ കൂടി പറയുന്നു 21 to 25, 21 മുതൽ 25 സീറ്റുകൾ വരെ NDAക്ക് നേടാം. ഒരു ക്ലീൻ സ്വീപ്പ്, ഒരു ട്രെൻഡ് കർണാടകത്തിലുണ്ട് എന്നുള്ളതാണ് ഇന്ത്യ ടുഡേ ആക്സിസ് സർവേ പറയുന്നത്. 9 സീറ്റിൽ നിന്ന് 3 മുതൽ 6 വരെ സീറ്റുകളിലേക്ക് UPA ചുരുങ്ങാമെന്ന് പറയുന്നു. അതായത് കർണാടകത്തിൽ, ആന്ധ്രാപ്രദേശ്, കേരളത്തിലും തമിഴ്നാട്ടിലും UPA ചിരിക്കുമ്പോൾ ഒരു പരിധിവരെ ആന്ധ്രാപ്രദേശിലും UPA തട്ടുകേടില്ലാതെ പോകുമ്പോൾ കർണാടകത്തിലെത്തുമ്പോഴേക്കും റിസൾട്ട് ഉൾട്ടയാവുന്നു. കർണാടകത്തിൽ വന്ന സർവേകളോട് മുഴുവൻ അവിടെ BJPയുടെ ഒരു മുന്നേറ്റം പ്രവചിക്കുന്നുണ്ട്, NDAയുടെ ഒരു മുന്നേറ്റം പ്രവചിക്കുന്നുണ്ട്. അത് അത്ഭുതമാണ്. കാരണം കോൺഗ്രസും JDSും ചേരുമ്പോഴും BJPയെ അപ്പുറത്തേക്ക് പോകുന്നില്ല എന്ന് തന്നെയല്ല, ആ സഖ്യം താഴെത്തട്ടിൽ പരാജയമായിരുന്നു എന്ന് വേണം നമുക്ക് ഈ എക്സിറ്റ് പോളുകളിൽ നിന്ന് വിലയിരുത്താൻ. നാടകീയമായ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് അവിടെ സാധ്യതയുണ്ട്. മാത്രമല്ല ഉറപ്പാണ്, ഇതാണ് റിസൾട്ട് വരുന്നതെങ്കിൽ, ഇന്ത്യ ടുഡേയുടെ റിസൾട്ടാണ് കർണാടകത്തിൽ സംഭവിക്കുന്നതെങ്കിൽ ഉറപ്പാണ് 2 മണ്ഡലങ്ങൾ കുമാരസ്വാമി ഡൗൺ. തുംകൂരും മാണ്ഡ്യയും. തുംകൂരിൽ ദേവഗൌഡ പരാജയപ്പെടുമോ, മാണ്ഡയിൽ സുമലത, ഇത് രണ്ടും സംഭവിച്ചാൽ അവിടുത്തെ സർക്കാർ വീഴും തന്നെയല്ല, JDSും കോൺഗ്രസും തമ്മിൽ ഒരിക്കലും ചേരാത്ത നിലയിലേക്ക് അകലുകയും ചെയ്യും. മാത്രമല്ല വളരെ ഡിസിസീവാണ് BJP, യെദ്യൂരപ്പ അടക്കമുള്ള കക്ഷികൾ ഇത്രയും വലിയ അഴിമതിയുടെ ആരോപണങ്ങളുടെ നിഴലിൽ നിൽക്കുമ്പോൾ പോലും BJPക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനതാദൾ സെക്യുലറിന്റെയും കോൺഗ്രസിന്റെയും വോട്ട് ഷെയറിനെ മറികടക്കാൻ BJPക്ക് സാധിക്കുന്നു കർണാടകത്തിൽ എന്നുള്ളത് ദക്ഷിണേന്ത്യയിലേക്ക്, പ്രത്യേകിച്ച് അഹിന്ദി മേഖലയിലേക്ക് സ്ട്രൈക്ക് റേറ്റ് BJP കൂട്ടുന്നു എന്ന സൂചന കൂടിയാണ്. ഓർമ്മിക്കണം, തുടക്കത്തിൽ പ്രേക്ഷകർക്ക് നമ്മൾ കാണിച്ചതുപോലെ സ്ട്രൈക്ക് റേറ്റ് അഹിന്ദി മേഖലയിൽ 29% 2019 ഈ ഇലക്ഷനിൽ ഈ സർവേ പ്രകാരം അത് ശരിയായി വരികയാണെങ്കിൽ സ്ട്രൈക്ക് റേറ്റ് കൂടുന്നതിൽ നിർണായകം കർണാടകയായിരിക്കും. അതെ, പിന്നെ ഒന്ന് പശ്ചിമ ബംഗാളായിരിക്കും, ഒഡീഷയും കൂടി വരും. സ്ട്രൈക്ക് റേറ്റ് കൂട്ടുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്ന് NDAക്ക് കൂട്ടുന്നതിൽ കർണാടകയാണ്. ഇത് നമ്മൾ UPയിലേക്ക് പോകുന്നു. ഏറ്റവും കോംപ്ലക്സ് ആയ ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ, ജനാധിപത്യത്തെ തന്നെ നിശ്ചയിക്കുന്ന പ്രധാനപ്പെട്ട മണ്ഡലമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിന്റെ റിസൾട്ട് നമ്മൾ കരുതിയിരുന്നത് പോലെ മഹാഗഠബന്ധൻ ഒരുപക്ഷെ 40 മുതൽ 50 സീറ്റുകൾ വരെ എടുത്തേക്കാം എന്നുള്ളതാണ് പ്രാഥമികമായി ഉണ്ടായിരുന്ന വിലയിരുത്തൽ. പക്ഷേ എക്സിറ്റ് പോളുകൾ ക്വിക്കായി നമ്മളൊന്ന് നോക്കിയാൽ News 18 പറയുന്നു NDA 60 to 62 വരെ, 60 മുതൽ 62 വരെ. കഴിഞ്ഞ നമ്മുടെ 9 or 10 സീറ്റുകൾ മാത്രം കുറയുന്നു. മഹാഗഠബന്ധൻ 10 സീറ്റുകൾ വരെ വർദ്ധിപ്പിക്കുന്നു. UPA അമേഠി റായ്ബറേലിയിൽ മാത്രമായി ഒതുങ്ങുന്നു എന്നതാണ് അമേഠിയോ റായ്ബറേലിയോ മാത്രമാകാനും സാധ്യത. അമേഠി റായ്ബറേലിയോ 1 മുതൽ 2 വരെ ഒന്നായി തീർന്നാൽ അമേഠി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് സൂചന അതിലുണ്ട്. News 18 പറയുന്നു. അടുത്ത ഏജൻസിയിലേക്ക് പോയ റിപ്പബ്ലിക് സി വോട്ടർ സർവേയും പ്രവചിക്കുന്നു BJPക്ക് 38, അതായത് റൗട്ട് സംഭവിക്കുന്നില്ല BJPക്ക്. അമിത്ഷാ പ്രവചിച്ച 23 നിന്ന് 15 സീറ്റുകൾ കൂടി അധികമാണ് BJPക്ക് റിപ്പബ്ലിക് സി വോട്ടർ സർവേ. മഹാഗഠബന്ധൻ 40, UPA 2 എന്നുള്ളതാണ്. അടുത്ത ഏജൻസിയിലേക്ക് വരികയാണെങ്കിൽ ടൈംസ് നൗ പ്രകാരം BJP 43ലേക്ക് താഴും. പക്ഷേ നിലം മെച്ചപ്പെടുത്തിയിരിക്കുന്നു BJP, അതായത് വലിയ താഴ്ചയിൽ നിന്ന് BJP രക്ഷപ്പെട്ടിട്ടുണ്ട്. UPA 2, അതേഴ്സ് 35. അതേഴ്സ് എന്ന് പറയുന്നത് മഹാഗഠബന്ധൻ എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. മഹാഗഠബന്ധൻ 35ലേക്ക് പോകുന്നു എന്നുള്ളതാണ് SP BSP. നെക്സ്റ്റ് ടുഡേയ്സ് ചാണക്യ 65 സീറ്റുകളാണ് BJPക്ക് പ്രവചിക്കുന്നത്. ഇതൊരു അൺബിലീവബിൾ എന്നൊക്കെ പറയാവുന്ന, ഒരു പക്ഷേ ഉത്തർപ്രദേശിലെ നഷ്ടം പശ്ചിമ ബംഗാളിലും ഒഡീഷയിലും നികത്തുമെന്നുള്ള കാൽക്കുലേഷനും അപ്പുറം നിൽക്കുന്ന ഒന്ന്. ഉത്തർപ്രദേശിൽ നഷ്ടവുമില്ല, പശ്ചിമ ബംഗാളിൽ ഒഡീഷയിൽ ലാഭവുമാണെന്ന് പറയുമ്പോഴാണ് ഹ്യൂജ് മാർജിനിലേക്ക് ടുഡേയ്സ് ചാണക്യ റിസൾട്ടിനെ കൊണ്ടുപോകുന്നത്. BJP 65, മഹാഗഠബന്ധൻ 10 മുതൽ 14. ഇന്ത്യ ടുഡേ 62 to 68. ഇതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. ഇപ്പോഴും ഇന്ത്യ ടുഡേയുടെ സർവേയാണ് നമ്മൾ ഇപ്പോഴും കുറച്ചുകൂടി റിലയബിൾ എന്ന് കരുതുമ്പോഴും
ഈ 60 നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കിയ ഗ്രൗണ്ട് റിയാലിറ്റിയുമായി ചേർന്ന് പോകുന്നില്ല ടുഡേയ്സ് ചാണക്യയുടെയും ഇന്ത്യ ടുഡേയുടെയും ഈ സർവേ. പക്ഷേ അതിൽ ചില അടിയൊഴുക്കുകൾ, രാഷ്ട്രീയ അടിയൊഴുക്കുകൾ ഉത്തർപ്രദേശിൽ ഉണ്ട് എന്ന് പറയുന്ന രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമപ്രവർത്തകരും ഒക്കെ ഉണ്ട്. ജാതീയമായ മഹാഗഡ്ബന്ധൻ, ജാതികളുടെ മഹാഗഡ്ബന്ധനാണ് അവിടെ NDA BJP എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ആ ജാതി BJPക്ക് 2014 BJPയോടൊപ്പം ഉണ്ടായിരുന്ന ഫോഴ്സുകൾ ഇടയ്ക്ക് നഷ്ടപ്പെട്ടു. അവരെ തിരികെ BJP ഒപ്പം കൂട്ടി. ജാട്ടുകൾ, ജാദവ ഒഴികെയുള്ള മറ്റ് OBCകൾ, ബ്രാഹ്മണ താക്കൂർ വിഭാഗങ്ങൾ, ഇവരെയൊക്കെ BJP ഇപ്പോൾ വീണ്ടും ഒരുമിച്ച് കൂട്ടി. ഇടയ്ക്ക് കൈരാനയിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്തും ഭൂൽപൂരിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്തും ഗോരഖ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്തും നഷ്ടപ്പെട്ട ആ വിഭാഗങ്ങളെ തിരികെ കൊണ്ടുവന്നു. പക്ഷേ അവിടെ യോഗി ആദിത്യനാഥുമായിട്ടുണ്ടായ ചില വ്യക്തിപരമായ ചില വിഷയങ്ങൾ കൂടി ഉണ്ടായിരുന്നു. യോഗി ആദിത്യനാഥ് സ്ഥാനാർത്ഥി നിശ്ചയിച്ചു, സംസ്ഥാന നേതൃത്വമായിട്ട് സ്ഥാനാർത്ഥിയല്ല അവിടെ നിർത്തിയത്, കേന്ദ്ര നേതൃത്വം പറഞ്ഞ ആളിനെ നിർത്തി. അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ബ്രാഹ്മണ ക്ഷത്രിയ വോട്ടുകളും ജാട്ട് വോട്ടുകളും ഈ അതുപോലെ തന്നെ നിഷാദ് വിഭാഗത്തിൽപ്പെട്ട അവരുടെ വോട്ടുകളും BJPയുടെ ഒപ്പം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് BJPക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് പറയുന്ന രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമപ്രവർത്തകരുമുണ്ട്. അതായത് ഒരു വ്യത്യസ്ത ജാതി വിഭാഗങ്ങളെ തുന്നിച്ചേർക്കാൻ, കോബ്ലിംഗ് ഇഫക്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഈ ജാതി സമവാക്യങ്ങളെ കൃത്യമായിട്ട് തുന്നിച്ചേർക്കാൻ കോൺഗ്രസിൽ സാധിച്ചിട്ടുണ്ട്. മഹാജാതി ബന്ധൻ, മഹാഗഡ്ബന്ധനെ മറികടന്ന് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി കൂടിയുണ്ട്. അവിടെ BJPക്ക് എതിരാകേണ്ടിയിരുന്ന വോട്ടുകൾ സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ അവിടുത്തെ പ്രചാരണം കൊണ്ട് നഷ്ടമായ വോട്ടുകൾ അത് BJPക്ക് അനുകൂലമായിട്ടുണ്ട് എന്നും പറഞ്ഞു. പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിച്ചു. അത് പ്രണവ് റോയി അടക്കമുള്ള പ്രിയങ്ക ഫാക്ടർ ഒരു ഫാക്ടർ തന്നെയാണ്. 10% സ്വിംഗ് ഒരുപക്ഷെ NDAക്ക് അനുകൂലമാക്കി തീർക്കാൻ ഉത്തർപ്രദേശിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഫാക്ടർ സഹായിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് NDTV പ്രണവ് റോയി അടക്കമുള്ളവർ വിലയിരുത്തുകയും ചെയ്യുന്നത്. ഇതാണ് ഉത്തർപ്രദേശിൽ നഷ്ടം ഉണ്ടായിട്ടില്ല എന്ന എക്സിറ്റ് പോളിന്റെ കണക്കുകളിൽ തന്നെയാണ് പശ്ചിമ ബംഗാളിലും ഒഡീഷയിലും എങ്ങനെയാണ്. രണ്ടും കീ സ്റ്റേറ്റുകളാണ്. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഉത്തർപ്രദേശിൽ വലിയ രീതിയിൽ സീറ്റുകൾ നഷ്ടപ്പെട്ടു പോയാൽ BJP പകരം കണ്ടിരുന്നതുകൂടെയാണ്. BJPയിൽ ന്യൂസ് 18 സർവേ പ്രകാരം തൃണമൂൽ കോൺഗ്രസ് ഓഫ് കോഴ്സ് കഴിഞ്ഞ തവണത്തെ പെർഫോമൻസ് തന്നെ ആവർത്തിക്കും. 36 മുതൽ 38 സീറ്റുകൾ വരെ BJPക്ക് സ്ലൈറ്റ് എഡ്ജ് മാത്രമേ ന്യൂസ് 18 പ്രവചിക്കുന്നുള്ളൂ. തൃണമൂൽ കോൺഗ്രസിനാണ് അഡ്വാൻറ്റേജ് കൊടുക്കുന്നത് ന്യൂസ് 18. അടുത്ത ഏജൻസിയിലേക്ക് പോയാൽ റിപ്പബ്ലിക് സി വോട്ടേഴ്സ് സർവേയും TMCക്ക് 29 സീറ്റുകൾ വരെ പറയുന്നു. NDA കഴിഞ്ഞ തവണ 11 പോകുന്നു എന്നതാണ്. 9 സീറ്റുകളുടെ വർധനവ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കുറച്ചുകൂടി അടുത്ത ഒരു സർവേയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ടൈംസ് നൗ CNX സർവേ 15 സീറ്റുകൾ വരെ ബംഗാളിൽ പ്രവചിക്കുന്നു എന്നുള്ളതാണ്. അതായത് ലെഫ്റ്റിൻ്റെ ഒരു ബാസ്റ്റിയൻ കോട്ട എന്നറിയപ്പെടുന്ന ബംഗാളിൽ ലെഫ്റ്റിൻ്റെ വോട്ട് ഷെയറുകൾ BJPക്ക് പോകുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് 4-ൽ നിന്ന് 2 മാറുന്നു. തൃണമൂൽ കോൺഗ്രസിന് സെറ്റ് ബാക്ക് ഉണ്ടാകുന്നുണ്ട്. അടുത്ത ഏജൻസിയിലേക്ക് നമ്മൾ പോയാൽ ടുഡേയ്സ് ചാണക്യ 18 സീറ്റുകളാണ് ടുഡേയ്സ് ചാണക്യ പ്രവചിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ 23 കുറയുന്നു. ദെൻ മൂവിംഗ് ടു നെക്സ്റ്റ് ഇന്ത്യ ടുഡേ സർവേ. ഇവിടെ 19 മുതൽ 23 വരെ സീറ്റുകളാണ് BJPക്ക് ബംഗാളിൽ. ഒരു കാലത്തും BJPയുടെ വോട്ട് ഷെയർ 2 സീറ്റിനപ്പുറത്തേക്ക് പോകാവുന്ന നിലയിലേക്ക് ബംഗാളിൽ ഉണ്ടായിട്ടേ ഇല്ല. BJPയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് പറഞ്ഞ കണക്ക് BJPയുടെ കൃത്യമായി അമിത്ഷാ പറഞ്ഞത് കൃത്യമായി ഇന്ത്യ ടുഡേ എക്സിറ്റ് പോളിൽ വരുന്നു. 19 മുതൽ 23 വരെ. തൃണമൂൽ കോൺഗ്രസ് ആവട്ടെ 14 സീറ്റുകളോളം കുറച്ച് 19 മുതൽ 22 വരുന്നു. ബംഗാളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ബംഗാൾ മോഡൽ എന്ന രീതിയിൽ ഒരുപക്ഷെ ത്രിപുര മോഡൽ ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ്. സെയിം സാധനം തന്നെ. ത്രിപുരയിൽ എന്താണോ ലെഫ്റ്റ് വോട്ടുകൾ BJPയിലേക്ക് എങ്ങനെ പോയോ അതിൻ്റെ വേഗത കൂടുന്നു. ഇവിടെ അതിൻ്റെ ആഴവും കൂടുന്നു. ലെഫ്റ്റ് ഇവിടെ പൂർണ്ണമായിട്ടും തകർന്നടിയൊരവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. കോൺഗ്രസിന് പോലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ആ വോട്ടുകൾ അപ്പാടെ പോയിരിക്കുന്നത് BJPയിലേക്കാണ്. അതായത് ഒരു ഏരിയ കമ്മിറ്റി ഓഫീസ് അപ്പടി അടിച്ചുപോയി എന്ന രീതിയിലാണ് ഈ കണക്കുകൾ പറയുന്നത്. ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഈ തൃണമൂൽ കോൺഗ്രസിന് എതിരായ ഒരു വികാരം അവിടെ ഏതെങ്കിലുമൊക്കെ തലത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് വസ്തുതയാണ്. ആ വസ്തുത വോട്ടായിട്ടുണ്ട്. അത് ഒരു ആന്റി മമത വോട്ട് അത് നേടിയെടുക്കാൻ പറ്റുന്ന പാർട്ടി BJP ആണ് എന്ന തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ആഭ്യന്തരമായി വിലയിരുത്തിയത് ഈ കണക്കാണ് എന്ന ഇടയ്ക്ക് വാർത്തകൾ വന്നിരുന്നു. പ്രകാശ് കാരാട്ട് BJPക്ക് അവിടെ സീറ്റ് കൂടുമെന്ന് പറഞ്ഞിരുന്നു. CPMന്റെ പ്രവർത്തകരടക്കം BJPക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നു. സംയുക്ത റാലി നടക്കുന്നു. 2 കൊടികളും ഒരുമിച്ച് പോയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതായത് മമതാ ബാനർജി എത്രമാത്രം അപകടകാരിയായ ഒരു ഏകാധിപത്യമായി മാറുന്നുണ്ട് ബംഗാളിൽ. അത്രത്തോളം
വോട്ടുകൾ ലെഫ്റ്റിൽ നിന്ന് BJP-യിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ലെഫ്റ്റിന് അവിടുത്തെ സംസ്ഥാന നേതൃത്വത്തെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. സംഘടനാപരമായ ഒരു സെറ്റപ്പ് ഇല്ല. 1960-കളിൽ എങ്ങനെയാണോ LDF അല്ലെങ്കിൽ ഇടതുമുന്നണി അധികാരത്തിലേക്ക് വരുന്നത്, ആ കാലത്ത് ഉപയോഗിച്ചിരുന്ന യാതൊരു തരത്തിലുള്ള ഈവൻ മസിൽ പവർ ഉപയോഗിക്കാനുള്ള ശേഷി പോലും ഇടതുമുന്നണിക്ക് അതൊരു പ്രധാന ഘടകമാണ് അരുൺ. അതായത് കായികമായി തൃണമൂൽ കോൺഗ്രസുമായി പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് RSSനാണ്, BJP-ക്കാണ് എന്ന് കരുതുന്നുണ്ട് അവിടെ. അതുകൊണ്ട് BJP-യിലേക്ക് ആളുകൾ പോകുന്നു. കാരണം അവിടെ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ ജീവൻ സംരക്ഷിക്കാൻ, തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ജീവൻ രക്ഷിക്കാൻ BJP-യിലേക്ക് പോകേണ്ടി വരുന്നു CPM കേഡറുകൾക്ക് എന്നതാണ് അവിടുത്തെ വസ്തുത. അത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതാണ് റിയാലിറ്റി ബംഗാളിലേത്. ദാറ്റ്സ് എ ബംഗാൾ മോഡൽ. തൃണമൂൽ കോൺഗ്രസിന്റെ മസിൽ പവറിനോട് സ്ട്രീറ്റ് ഫൈറ്റ് ചെയ്യാൻ കഴിയാതെ നിൽക്കുന്നു അവിടെയുള്ള ലെഫ്റ്റ്. അവർ RSSലേക്ക് അഭയം പ്രാപിക്കുന്നു, BJP-യിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു ബംഗാൾ മോഡൽ എമർജ് ചെയ്യുന്നു അല്ലെങ്കിൽ രൂപപ്പെടുന്നു എന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ഒഡീഷയിലേക്ക് പോയാൽ, ഒഡീഷയിൽ നവീൻ പട്നായിക്കിന്റെ 20 വർഷത്തിന്റെ ആധിപത്യം ഒരുപക്ഷെ സംസ്ഥാന തലത്തിൽ നിയമസഭയിൽ നിലനിർത്തിയേക്കാമെങ്കിലും ലോക്സഭയിൽ നവീൻ പട്നായിക്കിന് തിരിച്ചടി ഉണ്ടാവുമെന്ന് സൂചനകൾ ഉണ്ടാവുന്നു. ന്യൂസ് 18 സർവേ പ്രകാരം NDAക്ക് 6 മുതൽ 8 വരെ സീറ്റുകൾ ലഭിച്ചേക്കാം. നവീൻ പട്നായിക് ബിജു ജനതാദൾ 12 മുതൽ 14 വരെ സീറ്റുകൾ, 6 സീറ്റുകൾ ബിജു ജനതാദൾ നഷ്ടപ്പെട്ടേക്കാം. ഒരു ചെറിയ അഡ്വാൻറ്റേജ് ആണ് NDAക്ക് ന്യൂസ് 18 പറയുന്നത്. നെക്സ്റ്റ്, ഒഡീഷയിൽ മൊത്തം 21 സീറ്റുകളിൽ ടൈംസ് നൗ പറയുന്നു 12 സീറ്റുകൾ വരെ നേടിയേക്കാം ബിജു ജനതാദൾ. 12 സീറ്റുകൾ വരെ ബിജു ജനതാദളിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ടെന്ന് പറയുന്നു. നെക്സ്റ്റ്, മൂവിങ് ടു ടുഡേസ് ചാണക്യ, 14 സീറ്റുകൾ വരെ NDA നേടിയേക്കാം, 21-ൽ 14 നേടിയേക്കാം എന്നുള്ളതാണ് ടുഡേസ് ചാണക്യയുടെ കണക്കുകൂട്ടൽ. 13 സീറ്റുകൾ വരെ ബിജു ജനതാദളിന് നഷ്ടപ്പെട്ടേക്കാം. സ്പ്ലിറ്റ് വെർഡിക്റ്റിനുള്ള സാധ്യത ഒഡീഷയിലുണ്ട്. സംസ്ഥാന നിയമസഭയിലേക്ക് ബിജു ജനതാദളിനെയും കേന്ദ്രത്തിലേക്ക് BJP-യും പിന്തുണയ്ക്കുന്നു. ഇന്ത്യ ടുഡേ പറയുന്നു 15 മുതൽ 19 വരെ സ്വീപ്പ് വേണമെങ്കിൽ നടന്നിട്ടുണ്ടെന്ന് പറയാം. നവീൻ പട്നായിക്കിന് നിങ്ങൾ മുഖ്യമന്ത്രി ആയിക്കോളൂ, പക്ഷെ പ്രധാനമന്ത്രിയായി അബ് കി ബാർ ഭി നരേന്ദ്രമോദി, ഇത്തവണ കൂടി നരേന്ദ്രമോദി വേണം എന്നുള്ളതാണ് സ്പ്ലിറ്റ് വെർഡിക്റ്റ്. അതെ, എനിക്ക് തോന്നുന്നത് അതിൽ രസകരമായ ഒരു കാര്യം, ഇതിൽ ഇന്ത്യ ടുഡേയുടെ ഇപ്പോൾ വന്ന ഈ എക്സിറ്റ് പോൾ ഒഴികെ ബാക്കി എല്ലായിടത്തും കോൺഗ്രസിന്റെ അതിന്റെ ഒരു വലിയ സ്പേസ് ഒഡീഷയിൽ ഉണ്ടായിരുന്നത് നഷ്ടമായി. അവിടേക്കാണ് BJP വന്ന് കയറിയിരിക്കുന്നത്. ആ കോൺഗ്രസ് ഉപയോഗിച്ച സ്പേസ് അപ്പാടെ BJP കൊണ്ടുപോവുകയാണ്. അവിടെ ബംഗാളിൽ ലെഫ്റ്റിന്റെ സ്പേസ് BJP എടുത്തതുപോലെ ഒഡീഷയിൽ വരുമ്പോൾ കോൺഗ്രസിന്റെ സ്പേസ് ആണ് പോകുന്നത്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട സൂചനയായി കോൺഗ്രസ് വിലയിരുത്തേണ്ടതും കോൺഗ്രസ് മനസ്സിലാക്കേണ്ടതുമായ ഒരു സ്റ്റേറ്റ് ആണ് ഒഡീഷ എന്ന് തോന്നുന്നു. റൈറ്റ്. ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും NDA നടത്തുന്ന മുന്നേറ്റം നേരത്തെ സൂചിപ്പിച്ച പോലെ അവരുടെ സ്ട്രൈക്ക് റേറ്റ് അഹിന്ദി മേഖലയിൽ കഴിഞ്ഞ തവണയുണ്ടായിരുന്ന 29% നിന്ന് വർദ്ധിപ്പിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. ഇനി ഒരു മേഖല കൂടി നമുക്ക് അഹിന്ദി മേഖലയിലെ സ്ട്രൈക്ക് റേറ്റിനെ നിശ്ചയിച്ചത് കൂടി നമുക്ക് നോക്കാം. അത് തെലങ്കാനയാണ്. വളരെ പെട്ടെന്ന് തെലങ്കാനയിലേക്ക് പോയാൽ ചന്ദ്രശേഖർ റാവുവിൻ്റെ തെലങ്കാന വലിയ അത്ഭുതം സംഭവിക്കുന്നില്ല. തെലങ്കാനയിൽ 12 മുതൽ 14 വരെ സീറ്റുകൾ നേടാമെന്ന് ന്യൂസ് 18 പറയുന്നു. തെലങ്കാന രാഷ്ട്രസമിതി. മൂവിംഗ് ടു നെക്സ്റ്റ്, അടുത്ത ഏജൻസിയിലേക്ക് നമ്മൾ പോയാൽ റിപ്പബ്ലിക് സി വോട്ടർ സർവേ 14 സീറ്റുകൾ വരെ പ്രവചിക്കുന്നു. അഡ്വാൻറ്റേജ് TRS അഗെയിൻ ചന്ദ്രശേഖർ റാവു. വീണ്ടും തെലങ്കാന മാത്രമാണ് ഒരുപക്ഷെ NDAക്ക് അത്ഭുതങ്ങളൊന്നും സംഭവിക്കാതെ ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത്. വലിയ അത്ഭുതങ്ങൾ ഒന്നും സംഭവിക്കുന്നില്ല ഇതുവരെയുള്ള എക്സിറ്റ് പോളുകളിൽ. മൂവിംഗ് ടു നെക്സ്റ്റ്, തെലങ്കാന മൊത്തമുള്ള 17 സീറ്റുകളിൽ ടൈംസ് നോ പറയുന്നു 14 TRSന് തന്നെ സ്വന്തമാകും. വലിയ അത്ഭുതങ്ങൾ ഇവിടെയും സംഭവിക്കും. നോ മാജിക് ഹാപ്പൻസ് ഇൻ തെലങ്കാന. മൂവിംഗ് ടു ടുഡേസ് ചാണക്യ, തെലങ്കാനയിലെ കണക്ക് ടുഡേസ് ചാണക്യ പ്രകാരം എന്താണ് 17 സീറ്റുകളാണ് മൊത്തമുള്ളത്. ഇന്ത്യ ടുഡേയുടെ കണക്കിൽ 10 മുതൽ 12 വരെ സീറ്റുകൾ നേടിയേക്കാം, 1 മുതൽ 3 വരെ സീറ്റുകൾ BJP നേടിയേക്കാം. വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാതെ തെലങ്കാന കടന്നു പോകുന്നു. ഉത്തർപ്രദേശിൽ വലിയ രീതിയിലുള്ള നഷ്ടം ഉണ്ടാവുന്നില്ല. അതേസമയം പശ്ചിമ ബംഗാളിലും ഒഡീഷയിലും നില മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. കർണാടകയിലും നില മെച്ചപ്പെടുത്തുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഇത്തവണ ഹിന്ദി ഹൃദയഭൂമി, നമ്മൾ ഈ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരുന്നത് ഹിന്ദി ഹൃദയഭൂമിയിലേക്കായിരിക്കും. ഉത്തർപ്രദേശ് ഒഴികെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് നമുക്ക് വരാം. സ്ട്രൈക്ക് റേറ്റ് BJPക്ക് കൂട്ടാൻ കർണാടക, പശ്ചിമ ബംഗാൾ, ഒഡീഷ സഹായകരമായിട്ടുണ്ട് എന്നതാണ് ഇതിനകം നമുക്ക് ബോധ്യപ്പെടുന്നത്. അഹിന്ദി മേഖലയിലും NDA ഫോഴ്സ് തന്നെയാണ്. സ്ട്രൈക്ക് റേറ്റ് കൂടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വിരാട് കോഹ്ലി ബാറ്റിംഗ് ചെയ്യുന്നത് പോലെ ഗ്രാജുവലി സ്ട്രൈക്ക് റേറ്റ് കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇലക്ഷൻ എക്സ്പെർട്ട് തുടരും. ഇനി നമുക്ക് നോക്കേണ്ടത് ഹിന്ദി ഹൃദയഭൂമിയാണ്. സ്ലോ ഓവറിൽ സ്കോർ കൂടും. സ്ലോ ഓവറുകളിൽ സ്കോർ കൂടും. സ്വാഭാവികമായും ബാലക്കോട്ടിന് ശേഷമുള്ള അവസാനത്തെ 2 ഫേസുകളിൽ എങ്ങനെയായിരുന്നു NDAക്ക് അനുകൂലമായി തീർന്നത് എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് NDA സ്വീപ്പ് ചെയ്തു എന്നുള്ളത് നമുക്ക് നോക്കാം. ഹൃദയഭൂമിയിൽ എന്ത് സംഭവിച്ചു എന്ന് എക്സിറ്റ് പോൾ പറയുന്നു ഇടവേളയ്ക്ക് ശേഷം.
വെൽക്കം ബാക്ക്. ഇലക്ഷൻ എക്സ്പേർട്ട് തുടരുകയാണ്. ഹിന്ദി ഹൃദയഭൂമിയിൽ എക്സിറ്റ് പോളുകൾ നമ്മളോട് പറയുന്നത് എന്താണ് എന്ന് അന്വേഷിക്കാം. രാജസ്ഥാനിൽ നമുക്ക് തുടങ്ങാം. വിജയകുമാർ, രാജസ്ഥാൻ ഒരുപക്ഷെ മസ്കുലർ നാഷണലിസം അഥവാ പേശി ദേശീയതയ്ക്ക് ഏറ്റവും കൃത്യമായ മറുപടി NDAക്ക് അനുകൂലമായി കിട്ടിയ സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് രാജസ്ഥാൻ കരുതപ്പെടുന്നു. രാജസ്ഥാനിൽ എക്സിറ്റ് പോളുകൾ ഫലം എന്ത് സൂചിപ്പിക്കുന്നു എന്ന് നോക്കാം. ന്യൂസ് 18 പ്രകാരം 22 മുതൽ 23 വരെ സീറ്റുകളാണ് രാജസ്ഥാൻ നേടുക. ഓർമ്മിക്കണം, രാജസ്ഥാൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അശോക് ഗെഹ്ലോട്ടിനോടൊപ്പം കോൺഗ്രസിനോടൊപ്പം പോയ സംസ്ഥാനമാണ്. അവിടെയാണ് BJP തിരിച്ചു വരുന്നത്. 22 മുതൽ 23 സീറ്റുകൾ വരെ, 2 മുതൽ 3 സീറ്റുകൾ വരെയാണ് നേടുക രാജസ്ഥാൻ. ന്യൂസ് 18 പ്രകാരം നെക്സ്റ്റ് ഏജൻസി റിപ്പബ്ലിക് സി വോട്ടർ NDA 22 സീറ്റുകൾ വരെ നേടും. കോൺഗ്രസ് 3 സീറ്റുകളിലേക്ക് ഒതുങ്ങും. നെക്സ്റ്റ് ഏജൻസി രാജസ്ഥാൻ കൃത്യമായും NDAക്ക് അനുകൂലമായ സൂചനകളാണ് ഈ എക്സിറ്റ് പോളുകളെല്ലാം തന്നെ പ്രവചിക്കുന്നത്. അടുത്ത ഏജൻസിയിലേക്ക് വരികയാണെങ്കിൽ രാജസ്ഥാൻ മൊത്തം 25 സീറ്റുകളിൽ NDAക്ക് കൃത്യമായ മുൻതൂക്കം എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. എല്ലാ സർവേകളും ഏതാണ്ട് സമാനമായതാണ്. ഇന്ത്യ ടുഡേയും സമാനമായ റിസൾട്ട് തന്നെയാണ് നമുക്ക് നൽകുന്നത്. ടൈംസ് നൗ പറയുന്നത് 21, NDAക്ക് 21 സീറ്റുകൾ കിട്ടും. ഇത് അത്ഭുതകരമായി തീരുന്നത് പ്രധാനമായും അവിടെ സംസ്ഥാന ഗവൺമെന്റ് വസുന്ധരാജ് സിന്ധ്യക്കെതിരായുള്ള ആന്റി ഇൻകംബൻസി വോട്ടായി തീർന്ന് കോൺഗ്രസിലേക്ക് പോയിട്ട് നടക്കുന്ന തെരഞ്ഞെടുപ്പ്. അവിടെ മോദി ഒരു പ്രധാന ഘടകമായി എന്നതാണ് ഏറ്റവും വലിയ വിലയിരുത്തൽ. യെസ്, ഒഡീഷയിൽ എന്താണോ സംഭവിക്കുന്നത് എന്നതിന് വിരുദ്ധമായിട്ട് ഒഡീഷയിൽ സംസ്ഥാനം പോയി, ഇവിടെ പക്ഷേ മോദി കിട്ടി എന്നുള്ളതാണ്. റൈറ്റ്, മൂവിംഗ് ടു നെക്സ്റ്റ്. രാജസ്ഥാൻ ടുഡേസ് ചാണക്യ NDA 25, ടുഡേസ് ചാണക്യ ഫുൾ ക്ലീൻ സ്വീപ്പാണ്. 100% സ്ട്രൈക്ക് റേറ്റ് ആണ്. ഹാർദിക് പാണ്ഡ്യയാണ് അവിടെ രാജസ്ഥാനിൽ. ദെൻ ഇന്ത്യ ടുഡേ ആക്സിസ് വരികയാണെങ്കിൽ 23-25 അഗെയിൻ രാജസ്ഥാൻ ഇത്തവണ BJPക്ക് വറി ചെയ്യേണ്ടതില്ല എന്നതാണ് എക്സിറ്റ് പോൾ സൂചനകൾ. ഇത് കൃത്യമായ ട്രെൻഡ് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരും. രാജസ്ഥാൻ ഇത്രയും വലിയ സാമ്പിൾസ് ആണ്. കാരണം ഒരു സീറ്റ് പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനകരമായ കാര്യം. അശോക് ഗെഹ്ലോട്ട് ഈസ് ഇൻ ട്രബിൾ. പക്ഷേ രാജസ്ഥാനിൽ അത്ര രീതിയിൽ പെട്ടെന്ന് പുറത്താക്കാൻ കഴിയില്ല. നേതൃമാറ്റം ആവശ്യപ്പെട്ടേക്കാം. തീർച്ചയായിട്ടും. റൈറ്റ്, സച്ചിൻ പൈലറ്റ് എക്സാക്ട്ലി. പഞ്ചാബിലേക്ക് വരികയാണെങ്കിൽ പഞ്ചാബ് കണ്ടൻഷ്യസ് സ്ഥലമാണ്. 13 സീറ്റുകൾ, അതിൽ BJP 2 സീറ്റുകൾ മാത്രമാണ് നേടുക. പഞ്ചാബിൽ കോൺഗ്രസിന് ചിരിക്കാൻ വകയുണ്ട് എന്നുള്ളതാണ്. UPS സ്മൈൽസ്. കേരളത്തിലേതുപോലെ പഞ്ചാബ്. റിപ്പബ്ലിക് സി വോട്ടർ BJP 2, കോൺഗ്രസ് 11. ദെൻ അടുത്ത ഏജൻസിയിലേക്ക് വരികയാണെങ്കിൽ പഞ്ചാബിൽ 13 സീറ്റുകളിൽ 11 കോൺഗ്രസിന് ഒരു ആം ആദ്മി പാർട്ടിയുടെ സീറ്റും BJP കൊണ്ടുപോകും എന്നുള്ളതാണ് കണക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത ഏജൻസിയിലേക്ക് പോവുകയാണെങ്കിൽ പഞ്ചാബ് ടൈംസ് നൗ കോൺഗ്രസ് 10, BJP 3, ആം ആദ്മി പാർട്ടി 0. കഴിഞ്ഞ തവണ 4 സീറ്റ് നേടിയതാണ് ആം ആദ്മി പാർട്ടി. ശിരോമണി അകാലിദളിന്റെ കൂടി കണക്കുണ്ട്, നമ്മൾ ഇതിനകത്ത് കാണിച്ചിട്ടില്ലേ ഉള്ളൂ. ശിരോമണി അകാലിദൾ 4 സീറ്റാണ് 2014 നേടിയത്. ടുഡേസ് ചാണക്യ 6 സീറ്റുകളാണ് BJPക്ക് പറയുന്നത്. കോൺഗ്രസിന് 6 സീറ്റുകൾ. കോൺഗ്രസിന് ചിരിക്കാൻ വകയില്ല. ടുഡേസ് ചാണക്യ ആണെങ്കിൽ 50-50 ആണ് പഞ്ചാബിൽ. റൈറ്റ്, ദെൻ പഞ്ചാബിൽ മൊത്തം 13 സീറ്റുകളാണ്. ചുരുക്കത്തിൽ പഞ്ചാബിൽ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ നേതൃത്വത്തിനെതിരെ ഒരു ആന്റി ഇൻകംബൻസി ഇല്ല. അതുകൊണ്ട് തന്നെ NDAക്ക് കാര്യമായ ഒരു പെർഫോമൻസ് അവിടെ. അതിർത്തി സംസ്ഥാനം കൂടിയാണ്. ഇത് നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്നു. അതിർത്തി സംസ്ഥാനമാണ്, നാഷണലിസം വർക്ക് ചെയ്യേണ്ട സംസ്ഥാനമാണ്. BJP വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെടുത്തുനിന്ന് നേരിയ തോതിൽ BJP മുന്നോട്ട് വന്നിട്ടുണ്ട് എന്ന് വേണം ഈ എക്സിറ്റ് പോളുകളിൽ നോക്കാൻ. അതിന് ഒരു പക്ഷേ ഈ സിഖ് കലാപവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടത്തിയ പ്രസ്താവനകൾ BJPക്ക് ഗുണമായിട്ടുണ്ടാകും. ഛത്തീസ്ഗഡിലേക്ക് വരികയാണെങ്കിൽ ഹൃദയഭൂമിയിൽ കഴിഞ്ഞ തവണ വീണ്ടും കോൺഗ്രസ് സ്വന്തമാക്കിയ സംസ്ഥാനം ഛത്തീസ്ഗഡിൽ NDAയുടെ മികച്ച പെർഫോമൻസ്. 4 സീറ്റുകളോ 2 സീറ്റുകളോ മാത്രമേ നഷ്ടപ്പെടുകയുള്ളൂ എന്ന് ന്യൂസ് 18. നെക്സ്റ്റ് ഏജൻസി ഛത്തീസ്ഗഡിൽ റിപ്പബ്ലിക് സി വോട്ടർ സർവേ 10ൽ നിന്ന് 6ലേക്ക് NDA ചുരുങ്ങും. പക്ഷേ എന്നാലും നില അധികം റൗട്ടായിരിക്കില്ല. ഒരുപക്ഷെ എല്ലാം വാഷ് ഔട്ട് ചെയ്ത് പോകില്ല ഛത്തീസ്ഗഡിൽ എന്നാണ് റിപ്പബ്ലിക് സി വോട്ടർ. ടൈംസ് നൗ NDA 7, UPA 4. അവരും BJPക്ക് വലിയ തിരിച്ചടിയില്ല ഛത്തീസ്ഗഡിൽ എന്ന് പ്രവചിക്കുന്നു. നെക്സ്റ്റ് ടുഡേസ് ചാണക്യ തിരിച്ചടിയില്ലെന്ന് മാത്രമല്ല നിലനിർത്തുന്നു. 10ൽ നിന്ന് 1 സീറ്റ് മാത്രമേ നഷ്ടപ്പെടുന്നുള്ളൂ. 9-2 എന്നുള്ളതാണ്. ഛത്തീസ്ഗഡിന്റെ കണക്ക് ഇങ്ങനെയാണ്. ഛത്തീസ്ഗഡിലും ഇതുപോലെയാണ്. രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് സംസ്ഥാന ഗവൺമെന്റിന്റെ കോൺഗ്രസ് ഗവൺമെന്റിന് കിടുത്ത വോട്ടുകൾ ഒന്നും തന്നെ ഇത്തവണ UPAക്ക് കിട്ടുന്നില്ല. ലോക്സഭ BJPയുടെ വോട്ട് അതേ പടി നിലനിൽക്കുന്നു ലോക്സഭയിൽ എത്തുമ്പോൾ. റൈറ്റ്, മധ്യപ്രദേശ് നോക്കൂ. എല്ലാ കാലത്തും ഏറ്റവും ശ്രദ്ധേയമായ മധ്യപ്രദേശ്. കഴിഞ്ഞ തവണ NDAക്കൊപ്പം പൂർണ്ണമായും പോയ മധ്യപ്രദേശ് ഇത്തവണയും സമാനമായ റിസൾട്ടാണ് ന്യൂസ് 18 പറയുന്നത്. 24 മുതൽ 27 വരെ സീറ്റുകളാണ് NDAക്ക് ലഭിക്കുക. കമൽനാഥ് സോറി മധ്യപ്രദേശ് മറ്റൊരു വഴിക്ക് ചിന്തിക്കുന്നു എന്ന സൂചനകൾ. നെക്സ്റ്റ് മധ്യപ്രദേശിന്റെ റിപ്പബ്ലിക് സി വോട്ടർ സർവേ പ്രകാരം 29ൽ 24 സീറ്റുകളും NDA സ്വന്തമാക്കും. കഴിഞ്ഞ തവണത്തിൽ നിന്ന് 3 സീറ്റുകൾ കുറയും എന്നുള്ളതാണ് റിപ്പബ്ലിക് സി വോട്ടർ സർവേ പറയുന്നത്. അടുത്ത ഏജൻസി ടൈംസ് നൗ CNX 3 സീറ്റുകൾ വീണ്ടും 24. എനിക്കൊന്ന് ഈ 24 ആയിരിക്കാം ഒരുപക്ഷെ മധ്യപ്രദേശിൽ കുറച്ചുകൂടി റിലയബിൾ ആയിട്ടുള്ള ഉത്തരം. ചിന്തുവാരയും ഒരുപക്ഷെ ഗുണയും നിർത്തിയാൽ. ടുഡേസ് ചാണക്യ 27
കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ 29-27 BJPക്ക് ലഭിക്കും എന്നാണ് പറയുന്നത്. ഇനി ഹരിയാന കൂടി നമുക്കൊന്ന് നോക്കാം. ഡൽഹിക്കൊപ്പം നിൽക്കുന്ന സ്റ്റേറ്റ്, ബോർഡർ സ്റ്റേറ്റ്. 10-ൽ BJP കഴിഞ്ഞ തവണ, ക്ഷമിക്കണം, ഇതിൻ്റെ 2014 റിസൾട്ട് നമ്മൾ ഇതിനകത്ത് തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് മധ്യപ്രദേശ് റിസൾട്ടാണ് 27-2 കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഹരിയാനയിലേക്ക് തിരിച്ചു വരാം. അനുപരിക്ക് മധ്യപ്രദേശിലെ ഹൃദയഭൂമിയിലെയും കാര്യത്തിൽ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. വിജയകുമാർ, ഹൃദയഭൂമിയിൽ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, ഒരു പക്ഷേ മഹാരാഷ്ട്രയുടെ മഹാരാഷ്ട്ര റിസൾട്ട് ഭൂരിപക്ഷം മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഈ മേഖലകൾ പശ്ചിമ ഇന്ത്യ എന്ന് പറയുന്നത് പടിഞ്ഞാറൻ ഇന്ത്യയും ഈസ്റ്റ് ഇന്ത്യയും വെസ്റ്റ് ഇന്ത്യയും നോക്കുമ്പോൾ BJPക്ക് നഷ്ടമുണ്ടാകുന്നില്ല. BJP പിടിച്ച് വലിയ തകർച്ച നേരിടുമെന്ന് പോൾ പണ്ഡിറ്റുകൾ ആദ്യം പ്രവചിച്ച സ്ഥലങ്ങളിലൊന്നും BJP തിരിച്ചടി നേരിടുന്നില്ല. ചെറിയ നഷ്ടം മാത്രമേ ഉള്ളൂ. അത് നികത്തിപ്പോകാനുള്ള വഴികൾ കണ്ടെത്തിയത് ഫലപ്രദമാവുകയും ചെയ്തു എന്നാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത്. മധ്യപ്രദേശിലൊക്കെ പ്രഖ്യാ സിംഗ് ഠാക്കൂറൊക്കെ ലോക്സഭയിൽ ഇരിക്കുന്നത് ഒരു പക്ഷേ നമ്മൾ കാണേണ്ടി വരുമെന്ന് തോന്നുന്നു ഈ എക്സിറ്റ് പോൾ ഫലമാണെങ്കിൽ. മധ്യപ്രദേശിൽ ഭോപ്പാലിൽ 3-3.5 ലക്ഷം വോട്ടിന് BJP ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീറ്റാണ്. അത് ഈ നിലയിലാണെങ്കിൽ തോൽക്കാൻ ഒരു സാധ്യത. വിനായക് ഗോഡ്സെയുടെ ചിത്രം പാർലമെന്റിലേക്ക് വരുന്നതിനെ കുറിച്ച് ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാവും, ഭയപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. സവർക്കർ ഇപ്പോഴുണ്ട്, സവർക്കർ ഉണ്ട്. എക്സാക്ട്ലി കറക്റ്റ്. ഈ ചോദ്യത്തിലാണ് നമ്മുടെ എൻകൗണ്ടറിൽ തന്നെ ഒരാൾ നമ്മളുമായിട്ട് തർക്കിച്ചത്. ഈ നിലവിൽ ഈ ഹിന്ദി ഹൃദയഭൂമിയിലെ സ്ട്രൈക്ക് റേറ്റ് കഴിഞ്ഞ തവണയുള്ള 90% നിന്ന് ഈ കണക്കുകൾ പ്രകാരം നമ്മൾ കണക്കുകൂട്ടി നോക്കിയപ്പോൾ 70-90% മാറുന്നുണ്ട്. 70-90 ആയിട്ട് മാറുന്നു. പക്ഷെ അതേസമയം അഹിന്ദി മേഖലയിലെ 29 സ്ട്രൈക്ക് റേറ്റ് എന്നുള്ളത് മാറി 45-50% വരെ ആകുകയും ചെയ്യും. വലിയ മുന്നേറ്റമാണ്. അഹിന്ദി മേഖലയിൽ വലിയ മുന്നേറ്റം നടത്തുന്നു, ഹിന്ദി മേഖലയിൽ കാര്യം നഷ്ടപ്പെടുന്നതുമില്ല. അതായത് ഒരു പാൻ നാഷണൽ പാർട്ടിയായി BJP 2019 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അഥവാ ഒരു ഇന്ത്യൻ ദേശീയ പാർട്ടി എന്ന ട്രൂ സെൻസിൽ, ഇലക്ഷൻ കമ്മീഷന്റെ ഡാറ്റ പ്രകാരമല്ല, ഓൺ ഗ്രൗണ്ടിൽ നിന്ന് കർണാടകം മുതൽ കാശ്മീർ വരെ, ലഡാക്ക് മുതൽ കർണാടകത്തേക്ക് മാണ്ഡ്യ വരെ നിൽക്കുന്ന മണ്ഡലങ്ങളിൽ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നു എന്നുള്ളത്. അതേപോലെ തിരിച്ച് നോർത്ത് ഈസ്റ്റേൺ, നാഗാലാൻഡ് മുതൽ ഗുജറാത്ത് വരെ, അക്രോസ് ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത്, BJP ഈസ് ദ ബെസ്റ്റ്. നരേന്ദ്രമോദി എന്ന ഒരു നേതാവ് ഒരുപക്ഷെ പാൻ ഇന്ത്യ ലീഡറായി മാറി എന്നും കൂടി നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. ഈ സർവേകളെ മുഖവിലേക്കെടുത്ത് സംസാരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ആ നേതൃത്വത്തെ ചോദ്യം ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ ശേഷിയിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് സംശയമുണ്ട് എന്ന് വേണം എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ നിന്ന് വിലയിരുത്താൻ. പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങൾ തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ പോലെയല്ല. അതിൽ ഊഹങ്ങളുണ്ട്, അസംഷൻസ് ഉണ്ട്. സ്വാഭാവികമായും സ്റ്റാറ്റിസ്റ്റിക്കൽ എറർ ഫാക്ടറൊക്കെ അതിൽ പ്രാധാന്യമുള്ളതാണ്. ട്രെൻഡുകൾ സൂചിപ്പിക്കുന്നതിൽ ഒരു 70-75% വരെ എക്സിറ്റ് പോളുകൾ ശരിയായിട്ടുണ്ട്. നമ്മളത് ഇന്നലെയും ഇന്നും അത് വിശദീകരിക്കുകയും ചെയ്തു. 2004 എക്സിറ്റ് പോളുകൾ ലീഡ് പ്രഖ്യാപിക്കുന്ന കാര്യത്തിലും ട്രെൻഡിന്റെ കാര്യത്തിലും ടാലിയുടെ കാര്യത്തിലും തെറ്റിപ്പോയി. അവിടെ മൻമോഹൻ സിംഗ് വരുന്നത് ആരും പ്രവചിച്ചിരുന്നില്ല. 2009 ട്രെൻഡ് ശരിയായി, പക്ഷേ ടാലി തെറ്റി. 2014 ആയപ്പോഴേക്കും അവിടെയും ട്രെൻഡ് പ്രവചിച്ചിട്ടുണ്ട്, പക്ഷേ ടാലി തെറ്റിപ്പോയി. ഇത്രയും വലിയ ഭൂരിപക്ഷത്തിലേക്ക് എൻഡിഎ വരും എന്നത് 2014 പ്രവചിച്ചിരുന്നില്ല. ഇത്തവണയും ട്രെൻഡ് ശരിയാവുകയും ടാലി തെറ്റുകയും ചെയ്താൽ പ്രതിപക്ഷം ഇനിയും ജീവിക്കും. കോൺഗ്രസ് ഇനിയും ജനഹൃദയങ്ങളിൽ ഉണ്ടാവും. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ മൂന്നാമത്തെ ഇന്നിങ്സ് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് യോഗേന്ദ്ര യാദവ് പറഞ്ഞ ഒരു കാര്യം കൂടി. യോഗേന്ദ്ര യാദവിന്റെ കോൺഗ്രസിന്റെ മരണം ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഉണ്ടാകുമോ എന്ന് 23-ന് അറിയാം. കോൺഗ്രസ് ആണ് പ്രതിപക്ഷ കൂട്ടായ്മയ്ക്ക് തടസ്സം നിൽക്കുന്ന പാർട്ടി എന്നാണ് യോഗേന്ദ്ര യാദവിനെ പോലെ ഒരു പോൾ പണ്ഡിറ്റ്, സോഫോളജിസ്റ്റ് മാത്രമല്ല അദ്ദേഹം പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം. BJP അധികാരത്തിൽ വരുന്നതിന് തടയുന്നതിന് കോൺഗ്രസിന് കഴിയുന്നതില്ലെങ്കിൽ പ്രതിപക്ഷത്തെ വിഘടിപ്പിച്ചു നിർത്തിയ ഏക കക്ഷി കോൺഗ്രസ് എന്ന ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ടാവും. കോൺഗ്രസ് ഈസ് ഡെഡ് എന്ന് വേണ്ടി വരും. കോൺഗ്രസിന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് എന്നുള്ളതിന് രസകരമായ ഒരു ഉത്തരം പ്രണോയ് റോയ് തന്നെ പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന് സംഭവിച്ചത് അവർ സെക്കൻഡ് ഇന്നിങ്സ് ആദ്യം കളിക്കാൻ ശ്രമിച്ചു. 2021 വേണ്ടി 2019 കളിച്ചു. ആദ്യ ഇന്നിങ്സിൽ തോറ്റുപോയി. ഇതോടുകൂടി കോൺഗ്രസ് ഈസ് ഖതം ഹോ ഗയ എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പോൾ പണ്ഡിറ്റായ യോഗേന്ദ്ര യാദവും പറയുന്നത്. ഇലക്ഷൻ എക്സ്പേർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി വരുന്ന മണിക്കൂറുകളിൽ എക്സിറ്റ് പോളിനെ കുറിച്ചുള്ള കണക്കുകളും കണക്കുകൂട്ടലുകളുമുണ്ട്. ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകളും വാർത്തകളും ഒക്കെ നടക്കുന്നുണ്ട്. പ്രേക്ഷകരിലേക്ക് അവ എത്തുകയും ചെയ്യും. നാളെ വൈകുന്നേരം ഞങ്ങൾ പ്രേക്ഷകർക്ക് ഒരു സർപ്രൈസുമായിട്ട് എത്തുന്നുണ്ട്. വൈകുന്നേരം 6 മണിക്ക് ഇലക്ഷൻ എക്സ്പെർട്ട് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.